السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 6. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. وإذا حضر القسمة أولي القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനും ഹിദായത്തിലായി, പൂർണ്ണ ഹിദായത്തിലായിട്ട് മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹത്തിൻ്റെ മഴ പ്രദാനം ചെയ്യട്ടെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇന്ന് നമുക്ക് നിസാ സൂറത്തിലെ 6 മുതലുള്ള ആയത്തുകളാണ് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ ഹ്രസ്വമായിട്ട് വിശദീകരിക്കാം. വളരെ ഗൗരവമുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന സുപ്രധാനമായ ആയത്തുകളാണ് നമ്മൾ ഓതി വച്ചത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتلوا اليتامى حتى إذا بلغوا النكاح. وابتلوا اليتامى, അനാഥ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കണം. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്, അവര് വിവാഹപ്രായം എത്തുന്നത് വരെ. ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദാ, ഇനി അവരിലുള്ള കാര്യശേഷി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ സമ്പത്തിനെ നിങ്ങൾ, അവരുടെ മുതലുകളെ അവർക്ക് തന്നെ കൈമാറിക്കോളും. അങ്ങനെയുള്ളൊരു കാര്യബോധം, കാര്യശേഷി ആ കുട്ടികൾക്ക്, യതീം കുട്ടികൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സമ്പത്ത് അവരിലേക്ക് തന്നെ ഏൽപ്പിച്ചോളൂ. വലാ തൗകുലൂഹാ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറൂ, ആ യതീം കുട്ടികൾ വലുതാകുമെന്ന് കരുതി ധൃതിപ്പെട്ട് നിങ്ങൾ അവരുടെ ധനത്തിൽ നിന്ന് ദൂർത്തടിക്കരുത്. ഒക്കെ വിശദീകരിക്കുന്നതാണ്. വമൻ കാന ഗനിയ്യൻ ഫൽയസ്തഅഫിഫ്, ആ സംരക്ഷകൻ, ആ യതീമിനെ സംരക്ഷിക്കുന്ന സംരക്ഷകൻ അവൻ ധനികനാണെങ്കിൽ അവൻ മാന്യത കാണിക്കട്ടെ. വമൻ കാന ഫഖീറൻ ഫൽയഅകുൽ ബിൽ മഅറൂഫ്, യതീമിന്റെ സംരക്ഷകൻ അവൻ ദരിദ്രനാണെങ്കിൽ ന്യായമായ രൂപത്തിൽ ഭക്ഷിക്കട്ടെ. فإذا دفعتم إليهم أموالهم فأشهدوا عليهم, ആ യതീമുകളുടെ മുതലിനെ അവർക്ക് കൈമാറുമ്പോൾ അതിൻ്റെ മേലിൽ സാക്ഷികളെ നിർത്തട്ടെ. വകഫാ ബില്ലാഹി ഹസീബാ, സൂക്ഷ്മ വിചാരണയ്ക്ക് അല്ലാഹു മതി. അവളിങ്ങനെ നേരെ അർത്ഥം വെച്ച് പോകുമ്പോഴേ കാര്യമായിട്ടൊന്നും അതിൽ നമുക്ക് തോന്നൂല. പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ഒരാള് അള്ളാന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഇൻദി യതീമൻ ഇൻദഹു മാലുൻ വലൈസ ലീ മാൽ. നബിയെ, എൻ്റെ അടുത്ത് ഈ ആയത്തിറങ്ങണ്ടായ കാരണം പറയണം, എൻ്റെ അടുത്ത് യതീമകളുണ്ട്, എൻ്റെ സംരക്ഷണത്തിൽ യതീമകളുണ്ട്. അത് ഈ പഴയ കാലത്തെ ഈ വലിയ സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഗോത്രങ്ങളും മറ്റുമൊക്കെ. അപ്പോ അതിൽ ആണുങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെ ഒരുപാട് കുട്ടികൾ അനാഥരാവും. ഈ അനാഥരാകുന്ന കുട്ടികളെ ആരെങ്കിലൊക്കെ ഏറ്റെടുക്കും. അപ്പൊ ഇവർക്ക് മുതലും ഉണ്ടാവും. അപ്പൊ ഇയാൾ വന്നിട്ട് പറയുന്നത്, നബിയെ, എൻ്റെ കസ്റ്റഡിയിൽ യതീമുകളുണ്ട്, എനിക്കാണെങ്കിൽ തീരെ മുതലില്ല, അവർക്കാണെങ്കിൽ മുതലുണ്ട്. ഞാൻ അവരെ വളരെ ആത്മാർത്ഥമായിട്ട് സംരക്ഷിക്കുന്നത്. അല്ലാത്തവരും ഉണ്ട്, അബൂജഹലിനെ പോലത്തോലൊക്കെ യതീമുകളല്ലാതെ അടങ്ങാറാക്കിയതാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഇവർ ചോദിക്കാണ്, നമ്മൾ ഈ കുട്ടികളെ, യതീമുകളെ നമ്മൾ നല്ലോണം നോക്കുന്നുണ്ട്, അവർക്ക് മുതലുണ്ട്, എന്നാ പിന്നെ നമുക്ക് ഈ നോക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അവരെ മുതലെന്ന് നമ്മൾ ഭക്ഷണം കൂടിയാണ് കഴിച്ച് ചെലവ് എടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, തിന്നാൻ പറ്റുമോ, അവരെ മുതലെന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ നബി തങ്ങൾ അവരോട് പറഞ്ഞു, കുൽ ബിൽ മഅറൂഫ് ഗൈറ മുസ്രിഫ്, ദൂർത്തില്ലാത്ത രൂപത്തിൽ അത്യാവശ്യത്തിനുള്ളത് മാത്രങ്ങൾ എടുത്തോണ്ടി കഴിച്ചോണ്ടി എന്ന് അവരോട് പറഞ്ഞു എന്നാണ്. അത്യാവശ്യത്തിനല്ലാതെ എടുക്കുന്നത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പന്നിമാംസവും രക്തവും എങ്ങനെ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ടു മാഇദ സൂറത്തിൽ, അതുപോലെയാണ്. അതായത് നിർബന്ധിത ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് പോർക്കും കഴിക്കേണ്ടി വരും, ജീവൻ അപകടത്തിൽ പെടുകയാണ്, വേറെ ഒന്നും തിന്നാനില്ല. അത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ഹറാമായത് ചത്ത കോഴിയോ ഒക്കെ വേണ്ടി വരും. എന്നതുപോലെ നമുക്ക് വേറെ വകുപ്പുണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത്, ഇല്ലെങ്കിൽ മാത്രം. അതാണ് ഇതിന്റെ ഒരു കാരണം, ഈ ആയത്തിറങ്ങാനുള്ള ഒരു കാരണമാണ്. ഇനി എന്തൊക്കെയാണ് അതിൽ നമുക്ക് അടങ്ങിയതെന്ന് നോക്കാം. ആദ്യം അല്ലാഹു പറയുന്നത്, വബ്തലുൽ യതാമ, നിങ്ങൾ യതീമുകളെ നിങ്ങൾ നിരീക്ഷിക്കണം. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്, നിക്കാഹിന്റെ പ്രായം എത്തുന്നത് വരെ, വിവാഹത്തിന്റെ പ്രായം എത്തുന്നത് വരെ നിങ്ങൾ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ്.
സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ നിക്കാഹിൻ്റെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പക്വതയും കാര്യങ്ങളും എത്തുന്നൊരു പ്രായമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ കല്യാണത്തിന് മാനദണ്ഡം അതാണ്. ഇത്ര വയസ്സിലെ കല്യാണം കഴിക്കുമെന്നുള്ള ഒരിതില്ല. എന്നാൽ പ്രായപൂർത്തിയാകണം, പക്വത വേണം. ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 9 വയസ്സൊക്കെ ആയാൽ തന്നെ പെൺകുട്ടികൾ ആർത്തവകാരികളാവും. ഇത് ഒരു കാലത്ത് നമ്മളെ കർമ്മശാസ്ത്രം പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നു തന്നെ ഇന്നത്തെ ഈ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ കാരണം പെൺകുട്ടികൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്, പ്രായപൂർത്തി എത്തുന്നൊരവസ്ഥ നമ്മൾ കാണാൻ. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ ചിലപ്പോൾ പറയും ഓളിപ്പോൾ വലിയ കുട്ടിയാകണ അറിയും. തിരിയാത്ത ഓളിപ്പോൾ അത്ര വലിയ നീളമൊന്നുമില്ലല്ലോ അറിയും. കുട്ടിൻ്റെ അമ്മ പറയേണ്ട ഓളിപ്പോൾ വലിയ കുട്ടിയൊക്കെ കഴിക്കണ കാരണം ആങ്ങളാരോടൊക്കെ അങ്ങനെ സൂചന കൊടുക്കുമ്പോൾ ഹോർലിക്സിൻ്റെ കുപ്പീനെ വരട്ടേന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവും, ഞങ്ങളവിടെയൊക്കെ അങ്ങനെ ഒരു മാമൂലുണ്ട്. ആരോ ഒന്ന് കൊണ്ടുപോയി കൊടുത്തേക്കറിഞ്ഞ് ചിലപ്പോൾ ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും, ഒന്ന് ഉഷാറായിക്കോട്ടെ എഴുതിയിട്ടേക്കാരും ചിലപ്പോൾ കുറച്ച് കോഴിമുട്ട നേന്ത്രപ്പഴമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അത് പിന്നെ ശീലമായി മാറും. ഇല്ലാത്തവരും പിന്നെ ഈ പണ്ടൊന്നും കെട്ടേണ്ട സിസ്റ്റം ഇല്ല, ഞാൻ മതി അതൊക്കെ ഉണ്ടാക്കും വരും. പിന്നെ എല്ലാവരും അതിൻ്റെ പിറകെ ഓടണല്ലോ, അതതിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രായപൂർത്തി എത്തലാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഈ യതീമുകൾ അവർക്ക് പ്രായപൂർത്തിയൊക്കെ ആയാൽ എന്ത് ചെയ്യണം, പിന്നെ അവരെ മുതൽ അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ പ്രായപൂർത്തി ആയാൽ തന്നെ ചിലർ സുഫഹാ നമ്മൾ പറഞ്ഞു, ബോഷന്മാർ, ചെറിയൊരു പൊട്ടത്തരം കാണിക്കുന്നവർ, അത് ശ്രദ്ധിക്കേണ്ടിയിരുന്ന കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടൊരു ഹദീസുണ്ട്. റുഫിയൽ കലമു അൻ സലാസാണ്, 3 കൂട്ടരിൽ നിന്ന് കലമിനെ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഓല് ചെയ്യേണ്ടത് രേഖപ്പെടുത്തൂല. നമ്മളൊക്കെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എല്ലാം രേഖപ്പെടുത്തുന്ന മലായിക്കത്തുണ്ട്, കിറാമൻ കാതിബീൻ. അവർ സമാദരണീയരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ മലക്കുകൾ അറിയും. അതെന്ത് ചെയ്യും, അവര് വസ്തുനിഷ്ഠമായിട്ട് എഴുതിയേക്കും. എന്നാൽ 3 പേരിത് എഴുതൂല. അതിൽ ഒന്നാമത്തെ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പറയുന്നത് സ്വബിയാണ്, ഒരു കുട്ടി. ആ കുട്ടി പ്രായം പൂർത്തിയാകുന്നത് വരെ ആ കുട്ടിയിൽ നിന്ന് വരുന്നതൊന്നും എന്ത് ചെയ്യൂല, എഴുതൂല, പ്രായപൂർത്തി വരെ. വൈലുകൾക്ക് അപ്പോൾ നമ്മൾ കണ്ടറിയുമാണ്, കുട്ടികളാവുമ്പോൾ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യണം, അത് കൈകാര്യം ചെയ്യണം. ഇനി അടുത്തൊരു ക്ലാസ്സിന് വന്നപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നു. എന്നെ ഞാൻ വന്ന വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നു. എൻ്റെ ഒരു അയൽവാസിൻ്റെ വണ്ടിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആ വണ്ടിയിലുള്ള പൈസ പൊക്കിയാണ്. ഈ ആഴ്ചയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ സംഘാടകരോട് പറഞ്ഞു, ഇങ്ങനെ പള്ളീൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ പൈസ വണ്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നെ കൊണ്ടുവന്ന അയാളെ പൈസയാണ്. അപ്പോൾ എന്നോട് പോലും പറഞ്ഞു, അള്ളാ അങ്ങനെ ഉണ്ടെങ്കിൽ പിടിക്കണമല്ലോ, CCTV ഉണ്ട് അവിടെ, നമുക്ക് പരിശോധിക്കാറ്. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മളോടുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ കേൾക്കാറ്, അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് പുറത്തുകൂടെ ചെയ്യരുത് പറയും. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഉസ്താദ് വന്ന വണ്ടി നിർത്താറില്ലേ എന്നുള്ള ആവേശത്തിൽ എല്ലാവരും കൂടി പോയി കണ്ടത് ചെക്ക് ചെയ്തപ്പോൾ കാര്യപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. എല്ലാവരും കൂടി ചെക്ക് ചെയ്യണ്ടില്ലേ, അതെന്തായാലും ലീക്കാവുന്ന ഉറപ്പുള്ള. നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ വളരെ നയപരമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നം. മാനുള്ളവർക്ക് പ്രശ്നമുള്ളൂ. അങ്ങനെ ഇവർ വിളിച്ചു പറഞ്ഞു, അത് പിടിച്ചുകൊണ്ട് നല്ല കൃത്യമായിട്ട് കിട്ടും ചെയ്യും, കക്കുണ്ട്, നല്ല ക്ലിയറും ഉണ്ട്. പിന്നെ പിറ്റേന്ന് ആ വീട്ടിൽ നിന്ന് എനിക്ക് വിളിച്ചു, ഉസ്താദേ ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു, ഭയങ്കര വിഷമമായി, ഞാൻ അറിയാത്തായിരിക്കുന്നു, അവരെ കുട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലക്ക് നിന്നു. അവർ പറഞ്ഞു, ഉസ്താദ് ഇന്നലെ ഞങ്ങളെ വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല, ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. മാനുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലാത്തവരെന്താ കുട്ടികളാവുമ്പോൾ കുറച്ചൊക്കെ കക്കലൊക്കെ ഉണ്ടാവും എന്നറിയും, നല്ല കട്ടുക അറിയും. ഇവരങ്ങനല്ല, ഇവർക്കത് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങളതിൽ വേഗാറാണ്ടെങ്കിൽ വല്ലാതെ 8 കുട്ടികളെ അതിൻ്റെ പേരിൽ പറഞ്ഞിട്ടേ കുട്ടികൾ കടും കയ്യേ മൊബൈൽ വാങ്ങിച്ചിട്ടാൽ പറ്റും ടെറസിൻ്റെ മുകളിൽ കയറി പച്ചാടും എന്നിട്ട് ഇനി കുട്ടികളെ നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ എല്ലാവർക്കും ഒരു ഇതേ കരട്ടോ.
ചാടൊന്നുമില്ല. ചില കുട്ടികൾ വെറുതെ ഭീഷണിപ്പെടുത്തുവാനോട് പറഞ്ഞാൽ ചാടിക്ക, പള്ളിക്കാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങനെ ചാടൊന്നുമില്ല, എന്താന്നില്ലേ എന്നൊക്കെ പറയുമോ? ആ, എന്നാലും നമ്മൾ പേടിക്കണത് പരീക്ഷിക്കാൻ നിൽക്കണ്ട. കുട്ടികളൊന്നും ഇപ്പം നമ്മൾ കരുതിയാൽ മരിക്കണം. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികളടുത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും, അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണം. മാതാപിതാക്കൾ ചിലപ്പോൾ ഉത്തരവാദികളാവില്ല. എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ചില കുട്ടികളൊക്കെ സാഹചര്യങ്ങളൊക്കെ അടിമപ്പെട്ട്, അപ്പോൾ പ്രായപൂർത്തിയാക്കാത്ത മക്കളാവുമ്പോൾ അവർ ഇത് രേഖപ്പെടുത്തുന്നില്ല. മലക്കുകൾ ഇത് ചെറിയ അളവുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് സക്കാത്തിന്റെ മതിലെന്നൊരു ഈത്തപ്പഴം എടുത്തിട്ട് തൊള്ളിയിലിട്ടപ്പോൾ നബി ഓടി വന്നു. കാരണം അവിടെ മസൂലാകും ആര്, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല, വല്ലിപ്പാന്റെ കസ്റ്റഡിയില്ല. അപ്പോൾ വല്ലിപ്പ കുടുങ്ങും, നബിതങ്ങൾ കുടുങ്ങും. ഓടി വന്നിട്ട് നബിതങ്ങൾ പറഞ്ഞില്ലേ, മോനെ തുപ്പ് അമ അലിംത അന്നാലാ നൗകുലു സ്വദഖ, സക്കാത്ത് നമുക്ക് തിന്നൽ അനുവദനീയല്ല എന്ന് എനിക്കറിയില്ലേ, ഇറങ്ങ് അത് തുപ്പ് എന്ന് പറഞ്ഞിട്ട് തുപ്പിച്ചു. അത്രയും ശ്രദ്ധ ഉണ്ടായിരുന്നു, അത്രയും ജാഗ്രത ഉണ്ടായിരുന്നു. അപ്പൊ സ്വബീയന് ഒരു ഇളവുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് നായിമാണ്, ഉറങ്ങുന്നവൻ. ഉറങ്ങുന്ന ആൾ ഏതുവരെ? ഹത്താ യസ്തൈഖള, ഉണരുന്നത് വരെ. അപ്പോൾ ഒരാളിപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ പറയാണ് പൂരത്തെറി, അത് ഇളവുണ്ട്. അത് റക്കീബ് പത്തിയത് എന്ത് ചെയ്തില്ല, എഴുതൂല. ഓ ഉണരുന്നത് വരെ ഇളവുണ്ട്. അതാണല്ലോ ഇപ്പൊ സ്വപ്നസ്ഖലനം സംഭവിച്ചു. അതിനോട് കുറ്റക്കാരനല്ലല്ലോ, അതിനോട് കുറ്റമില്ലല്ലോ, ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഉറക്കത്തിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിനെന്തില്ല, ഇളവില്ല. അതാണ് കൂർക്കം വലിക്കോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ തന്നെ ഇപ്പോൾ ഗൾഫിൽ പോയ മകന് ഓൻ്റെ വർത്തമാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സുഖമാണ്, പക്ഷെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓൻ്റെ ഒപ്പം ജോലിക്കുള്ള ഒരാൾ ഓൻ പെരും കൂർക്കം വലിയാണ്, അതുകൊണ്ടപ്പോൾ ഇടങ്ങാറായിട്ടുണ്ട്. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ബാക്കിയൊക്കെ റെഡിയാണ്, നല്ല ശമ്പളം ഉണ്ട്, നല്ല കമ്പനിയിലാണ്, ഒക്കെ റെഡിയാണ്. പക്ഷേ ഒപ്പുള്ളവന് പെരും കൂർക്കം വലിയാണ് പോലെ. ഇവനുറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൺ ഇറങ്ങാ ഒന്നും അറിയണില്ലല്ലോ. ഞാനോ പിന്നെ റെക്കോർഡ് ചെയ്ത് കാണിച്ചോട്ടാണ് ഇജ്ജ് വലിച്ചിട്ടുണ്ടാണ് ഇത് പറഞ്ഞിട്ട്. എന്നാലും ഇപ്പം നിർത്താൻ പറ്റുമോ? എന്നാൽ ഞാൻ നാളെ മുതൽ ഓക്കെ, എനിക്കത് അറിയില്ലേനോ, നിർത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ അതിലൊന്നും എന്തല്ല, ഒരു മസൂലല്ല. അപ്പോ ഉറങ്ങുന്ന ആൾക്ക് ഇളവുണ്ട്. അപ്പോൾ ഉറങ്ങുന്ന ആള് എന്തെങ്കിലും പറയണം. കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കളത് രേഖപ്പെടുത്തൂല എന്നാണ്. ഉണരുന്നത് വരെ അവനിക്ക് എന്തുണ്ട്, ഒരു ഇളവുണ്ട്. മൂന്നാമത്തത് ഹദീസിൽ കാണുന്നത് മജ്നൂനാണ്, ഭ്രാന്തന് അല്ലാഹു തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. ഹത്താ യുഫീഖ, ആ ഭ്രാന്ത് തെളിഞ്ഞ് മാറുന്നവരെ. മാറിക്കഴിഞ്ഞാൽ ഓക്കെ. ആ ഭ്രാന്തുള്ള സമയത്ത് അവൻ ചെയ്യുന്നതിൽ ഓ മസൂലല്ല, അവനറിയില്ലല്ലോ. ഉറങ്ങുന്നവനെ പോലെ കുട്ടിക്ക് ഗൗരവം അറിയില്ലല്ലോ എന്നതുപോലെ തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ ഒരുപാട് വിശദീകരണമുണ്ട്. ഇപ്പം എന്താ ഇന്നലെ പറഞ്ഞു വരുന്നത്, യതീം കുട്ടി, ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ നിരീക്ഷിക്കണം. അതായത് നിക്കാഹിന്റെ പ്രായമെത്തുന്നത് വരെ നിരീക്ഷിക്കണം. ഫഇന്നഹനസ്തും മിൻഹും റുസ്ദാ, അവരിൽ നിന്ന് കാര്യശേഷി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ മുതലിനെ നിങ്ങൾ അവരിലേക്ക് ഏൽപ്പിച്ചോളൂ. അതിനൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രായം, അതൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്ത്. ഇതൊക്കെ നമുക്ക് മസല ഈ ബാധകാട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണ നടക്കുന്നതാണ്. നമ്മളെ സ്വന്തം മക്കളെ പോലൊക്കെ ഇതിൻ്റെ നമ്മളെ സഹോദരങ്ങളെ മക്കളൊക്കെ കാരണം അങ്ങനെ എത്ര സംഭവിക്കുന്നുണ്ട്. അവർക്ക് മരണം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അപ്പോൾ അവർക്കുണ്ടാകും കുറച്ച് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നികുതി അടക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കറണ്ട് ബില്ലിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പക്വതെത്താത്ത ചെറിയ മക്കളാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അടക്കുകയാണെങ്കിൽ അടച്ചോട്ടെ, അങ്ങനെയല്ല. കാരണം അവിടെ യതീമാക്കി അള്ളാഹി നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യുക, യതീമാക്കാം. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഇറങ്ങി പോകുന്നവരാണെങ്കിലും സുരക്ഷിതമായി ഇതേപോലെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആർക്കൊക്കെ അള്ളാഹു ഏതൊക്കെ രൂപത്തിൽ കണക്കാക്കി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരു നിലക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ അവർ ഒരു നല്ലൊരു രീതിയിൽ എത്തുന്നത് വരെ അവരെ കാര്യം നമ്മൾ നല്ല നിരീക്ഷണത്തിലാണ്. ഇടങ്ങാറാക്കാനും പാടില്ല, തിരിയാനും അറിയാനും സമ്മതിക്കാതെ. എന്താ കാരണം എന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ നമുക്ക് തന്നെ അറിയാലോ, യതീം കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമം ഉണ്ടായാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ജൂൺ മാസം വരാൻ ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ്.
അപ്പോൾ നമ്മളൊരു പുതിയ ബാഗ് വാങ്ങിക്കൊടുത്തു. ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു പുതിയ കുട വേണ്ടി വരും. ആദ്യം പഴയതുണ്ടെങ്കിലൊക്കെ വലിയ കമ്പേകാരം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കുട്ടിക്ക് ഒരു ബാഗ് വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ കുട, നല്ലൊരു പുതിയ കുട വാങ്ങിക്കൊടുത്തു. അന്ന് ഓൻ വന്നപ്പോൾ ആ കുടൻ്റെ ഒരു വില്ല് ഒടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓൻ വന്നപ്പോൾ നമ്മളെ ഭാര്യൻ്റെ അടിയിൽ നിന്ന് നമ്മളെന്ത് ചെയ്യാണ്, ഇത് വില്ല് പൊട്ടിച്ചു കണ്ടപ്പോൾ അവൻ്റെ ചെവിക്ക് പൊടിച്ചു. ഇന്നെന്നെ ജീ കുട കേടെത്തിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഭാര്യക്ക് തെറ്റിദ്ധാരണയൊന്നും വരൂലേ. അത് സാരല്ല, ഇനി അവൻ ശ്രദ്ധിച്ചോളും എന്നൊക്കെ പറഞ്ഞാൽ വീട് മരിച്ചു അല്ലേ. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ മരിച്ചു, എൻ്റെ ചെറിയ കുട്ടിക്ക് എൻ്റെ ജ്യേഷ്ഠനോ അനിയനോ അങ്ങനെ ഒരു കുട വാങ്ങിക്കൊടുത്തു. അത് അന്നെ പിന്നെ എൻ്റെ കുട്ടി കേടുവരുത്തി വരുമ്പോൾ എൻ്റെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ എൻ്റെ അനിയൻ, എൻ്റെ സഹോദരങ്ങൾ ചീത്ത പറയണ്ട, ചെവി പിടിക്കേണ്ട ആവശ്യമില്ല എന്നെ പൊട്ടിച്ചൂലേ. അത് മാത്രം പറഞ്ഞാൽ പോലും എൻ്റെ ഭാര്യക്ക് ഇത് ഭയങ്കര വിഷമീകാരം. വാപ്പില്ലാത്ത കുട്ടിയല്ലേ, മനസ്സിലായോ? അതാണ്. അപ്പോൾ അത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഏതുപോലെ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഒച്ചപ്പാടുണ്ടാവും പോലല്ല ഇപ്പൊ നമ്മൾ ചെറിയ തർക്കം വിടുന്നുണ്ട്. അതുപോലെയാണോ പുറത്ത് മറ്റൊരു മതസ്ഥനായ ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒച്ചപ്പാടുണ്ടാകും, രണ്ട് വ്യത്യാസം വരും, വിഷയം മാറും. ഒരാൾ സ്വന്തം മകനെ അടിക്കുന്നത് പോലെ ആവില്ല പുറത്തുനിന്നൊരാൾ വന്ന അതേ പ്രശ്നത്തിൽ അടിക്കുന്നത്, രണ്ട് വ്യത്യാസം ഉണ്ടാവും, വകുപ്പ് മാറും. എന്നതുപോലെ തന്നെ യതീമുകളോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇത് കാണാം. അപ്പൊ ഈ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരു ഇടങ്ങേറാക്കുന്ന നിരീക്ഷണമാകരുത്. ഉണ്ടല്ലോ, അനങ്ങ തിരിയാനും അറിയാനും. ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് പറയും ചെയ്യും, എത്തിക്കുട്ടികളാട്ടോ തയ്ച്ചു പോകാൻ ഭയങ്കര സാധ്യതയാണ്, ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ അകജ്ജ നോക്കേണ്ട അറിയും എന്ന രീതിയിൽ നമ്മളിങ്ങോട്ട് ഓവറായിട്ട് പട്ടാള ചിട്ട ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു കണ്ണ് വേണം, അതവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാകരുത്. മിക്കവാറും കാര്യങ്ങൾ വിജയിക്കൽ സ്നേഹം കൊടുത്തിട്ടാണ്, അത് എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പൊ കിട്ടുന്ന സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി, അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളൊക്കെ ആണെങ്കിലും നമ്മളെ മക്കള്, നമ്മളെ അടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികള് ആ ഒരു ചിന്തയ്ക്ക് പോലെ എത്തിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും നല്ലതാണ്. പിന്നെ ചിലർക്കത് ഫലിക്കൂല, പ്രയോജനപ്പെടൂല, ചിലപ്പോൾ താക്കീത് വേണ്ടി വരും, ചിലപ്പോൾ ചെറിയ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചെറിയ ശിക്ഷയും കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ സതുദ്ദേശത്തോടു കൂടെ ആകണം. ആ വിഷയത്തിലൊക്കെ തെറ്റിദ്ധാരണകൾ പരമാവധി എന്താക്കുക, ഒഴിവാക്കുക. അപ്പോൾ പിന്നെ അവർക്ക് ഒരു കാര്യശേഷി എത്തിയെന്ന് കണ്ടാൽ അവരെ മുതൽ അവരിലേക്ക് ഏൽപ്പിച്ചോളുങ്ങൾ. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു പക്വതയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കുട്ടികളൊക്കെ നല്ലൊരവസ്ഥയിലായിട്ട് കൊടുത്തോണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ കാശ് വില ഏൽപ്പിക്കുകയാണ്. പൊന്നാണെങ്കിൽ ആ പൊന്നെ നമ്മളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ലാസ്റ്റ് പറയണു സാക്ഷികളെ അതിന് വെക്കണം. പിന്നീട് അഭിപ്രായ വ്യത്യാസം വരും, വാക്ക് മാറാനൊക്കെ സാധ്യത. അപ്പൊ അതുകൊണ്ട് സാക്ഷികളും വേണം. എന്നിട്ട് വീണ്ടും പറയാണ്, ഇനി നോക്കൂ അടുത്തത്, വലാ തൗകുലൂഹ ഇസ്രാഫൻ വബിദാറൻ വബിദാറാ അൻ യക്ബറൂ. വലാ തൗകുലൂഹ, നിങ്ങൾ ആ യതീമിന്റെ ധനത്തെ നിങ്ങൾ ആഹരിക്കരുത് ഇസ്രാഫൻ അമിതമായിട്ട്, വബിദാറൻ വേഗത്തിലും. എന്ത് കാരണം? അൻ യക്ബറു, അവർ വലുതാവുന്ന കരുതിയിട്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ വലുതാകാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അതിന് പറ്റുന്ന ആനുകൂല്യം അതിന് സ്പീഡ് കൂട്ടാൻ പാടുണ്ടോ? ദൂർത്തും പാടില്ല. അത് വേഗത്തിലാക്കിയിട്ട് അതിനെന്തെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ള അത് ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ്, ഒരിക്കലും ഉണ്ടാകരുത്. അതായത് ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, അതിൽ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹുവിന്റെ അടിമകൾ, യഥാർത്ഥ അടിമകൾ ആരെന്ന് പറയുന്നുണ്ട്. അതിൽ 12 അടയാളങ്ങളാണ് പറയുന്നത്. അതിലൊന്നേതാ? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തറൂ വകാന ബൈന ദാലിക ഖവാമാ. ഖുർആൻ സൂറത്തിൽ അങ്ങനെ പറയുന്നു. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ? വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫു, ഓല് ദൂർത്തടിക്കൂല, വലം യഖ്തറു, പിശുക്കും കാണിക്കൂല, വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ ഇടയിൽ ഒരു മധ്യനില സ്വീകരിക്കുന്ന, മധ്യനില സ്വീകരിക്കും. അപ്പൊ നമ്മളിപ്പോ യതീമിന്റെ മുതൽ നിന്ന് തിന്നറിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓല കാശെടുത്തിട്ട് നമ്മൾ പോയി അരി കൊണ്ടുവരെ, അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടുവരെ, അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ടുവരെ, ഇങ്ങനെയൊക്കെ പലതും കാരണപ്പോൾ ചെയ്യാം.
അങ്ങനെ ആകുമ്പോൾ അതിലെന്ത് ചെയ്യരുത്? ധൂർത്ത് വരരുത്. ധൂർത്ത് അല്ലെങ്കിലും വരാൻ പാടില്ല കേട്ടോ. ഭക്ഷണത്തിലാകട്ടെ വസ്ത്രത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും ഒരു മിതമായ രീതി. പിന്നെ മിതമായ രീതി പറഞ്ഞാൽ നാട്ടാചാരത്തിനനുസരിച്ച് വരും, നാട്ടനുസരിച്ച് വരും. അങ്ങനെ ഒരു ആകെ നമുക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം. ഇപ്പൊ പെയിന്റ് അടിക്കുക, അതിപ്പോ പെയിന്റ് അടിക്കപ്പോൾ ഒരാൾ പറയാണ് ഇപ്പൊ ഇത്ര നല്ല പെയിന്റൊക്കെ അടിക്കണം, ഒരു വൈറ്റ് മാത്രം അടിച്ചാൽ പോരെ, അടിയിൽ വേറെ പെയിന്റ് അടിക്കണം. അതല്ലെങ്കിൽ സിമെന്റ് ഇട്ടാൽ മാത്രം വരെ ചളിയാകൊന്നുമില്ലല്ലോ. അപ്പൊ ഒരാൾ പറയാണ് അതാ മണ്ണോണ്ട് തേച്ചാൽ മതി, ചാരാ എന്നാ മതിയല്ലോ. ഇങ്ങനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ 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 അടിയോ വരും. അപ്പൊ അത് വിഷയത്തിനും ഇതിനൊക്കെ അനുസരിച്ചാണ് ഈ ധൂർത്ത് എന്നൊക്കെ പറയുന്നത്. ഗൾഫിൽ നിന്ന് വന്നൊരു സഹോദരൻ പറഞ്ഞ അവരുടെ അറബിയുടെ വീട്ടില് പിന്നെ സ്വർണത്തിന്റെ ഇത് പൂശിയ ക്ലോസറ്റ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷെ എളുപ്പടുത്ത് മരിച്ചു പറഞ്ഞു. ഇപ്പൊ മക്കൾക്കൊന്നും അത് വേണ്ട, എല്ലാ ആധുനിക സൗകര്യം. നമ്മൾ ഒരു പിന്നെ 3:3 ഉള്ള ഒരു ബെഡ്റൂമിന്റെ വലുപ്പമല്ല ഒരു ടോയ്ലറ്റ്, അതിലെ അറേഞ്ച്മെന്റുകൾ, എല്ലാ സൗകര്യവും ഉണ്ട്. വേണമെങ്കിൽ അവിടെ തന്നെ ഉറങ്ങും ചെയ്യാം. ചെറിയ ടേബിൾ ഇടാനുള്ള സൗകര്യം ഉണ്ട്. അത്രക്കും ഭക്ഷണം കഴിക്കാൻ ഒരു കക്കൂസാണ്. പക്ഷെ അയാൾ മരിച്ചപ്പോൾ മക്കൾക്ക് അത് വേണ്ട, വാപ്പ യൂസ് ചെയ്ത് മക്കൾക്ക് വേണ്ട. ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞാണ് വെറുതെ കിടക്കണം ആ കക്കൂസ് ഇങ്ങനെ കാണുന്നതാണ് അതിന്റെ ചൊറുക്ക്. ക്ലോസറ്റൊക്കെ ഗോൾഡ് കളറിലാണ്, ഇത്രക്കും സൗകര്യമില്ല. പക്ഷെ മക്കള് വേറെ ഓല് വേറെ വേണ്ട, ഇത് ദൂർത്താണ്. നമുക്ക് അത്രത്തോളം വേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യത്തിനല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ ഉണ്ട്, ഓരോ കാര്യത്തിലും അതിനനുസരിച്ചുണ്ടാവും. ഏതായിരുന്നാലും അള്ളാഹു പറയണ നിങ്ങൾ എല്ലാത്തിലും ഒരു മിതമായ രീതി സ്വീകരിച്ചോളൂ, പറ്റ കുറക്കണ്ട, അത് മോശമാണ്. പണ്ട് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനെ കല്യാണത്തിന് കുറെ ദൂരത്തു നിന്നൊക്കെ ആള് വിളിച്ചു കൂട്ടിക്കാണ്ട് എന്നിട്ട് പിന്നെ ചായയും ബിസ്ക്കറ്റും മാത്രം കൊടുത്തു. ഒരു ഗ്ലാസ് ചായയും 3-4 ടൈഗർ ബിസ്ക്കറ്റ്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വിവാഹം അത് ലഘൂകരിക്കപ്പെട്ടിരുന്നു പറഞ്ഞാണ്ട്. കൊറോണ കാലത്ത് ഒരു നിക്കാഹിന് പോയി. ഞാൻ ഈ ഇസ്രാഫ് പറയുമ്പോൾ പറയണം, അങ്ങനെ അന്ന് ആൾക്കാർ തീരെ കൂടാൻ പാടില്ല എന്നുള്ള നിയമം. പക്ഷെ നിക്കാഹിന് നമുക്ക് ചെറിയ അളവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ നിക്കാഹ് ചൊല്ലി കൊടുക്കാൻ പോവാണ്. എന്നെ കൊണ്ടുവന്ന വണ്ടിയിൽ ഡ്രൈവറുണ്ട്, പിന്നെ മല്ലാക്കിയുണ്ട്, ബാക്കിൽ ഇരിക്കുന്നുണ്ട്. പോലീസ് തടഞ്ഞു. അത് നമ്മൾ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു. അപ്പൊ ഇനി അവിടെ കുറെ ആളുകൾ ഉണ്ടാവും ചോദിച്ചു. ഇല്ല, ഇനി വരനുണ്ടാവും, പിന്നെ വധുവിൻ്റെ ഒപ്പം ഉണ്ടാവും, പിന്നെ 2 സാക്ഷികളും ഉണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പോയി. അങ്ങനെ ഏതായാലും നിക്കാഹ് ചെല്ലാൻ ഇരുന്ന് നിക്കാഹ് കഴിഞ്ഞു. ഒരു 8-10 ആൾക്കാരാകെ. ഭക്ഷണം കഴിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതാണ് ഉസ്താദേ നബിന്റെ കാര്യത്തിലുള്ള യഥാർത്ഥ നിക്കാഹ്. അവിടെ അതായത് അന്ന് ഇങ്ങനെ വളരെ ലഘുവായിട്ട് ആളുകളൊക്കെ വളരെ കുറവേനു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഒരിക്കലും അല്ല കേട്ടോ. കാരണം എന്താ അറിയോ, 10-12 ആൾക്കാരെ അവിടെ ഉള്ളെച്ചെങ്കിലും അമ്മാതിരി ഫുഡാ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്, മട്ടനും ചിക്കനും ബീഫും കാടിയും എല്ലാം ഉണ്ട്. നബിന്റെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ മഹർ ഒരു ലോഡ് ഉണ്ട്. കാരണം പണ്ടത്തിന് കൊറോണ ബാധകമല്ലല്ലോ, ആള് കൂടാനല്ലേ പാടില്ലാത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യത്തിൽ ഓക്കെ, ആള് കുറവാണെന്നുള്ളത് ഓക്കെ, പക്ഷെ ബാക്കിയുള്ളത് ഇതായിട്ടില്ല. മഹർ പ്രധാനമാണെങ്കിലും അത് വേറെ കണ്ടമാനുണ്ട്. ഭക്ഷണം നല്ലോണ്ട്, കുഴപ്പമില്ല, വേസ്റ്റ് ആക്കരുത്. ഇന്നിപ്പോ 2 ഐറ്റംസ് ഇല്ലാത്ത കല്യാണം ഉണ്ടോ? കുറവാണ്. തക്കാരം എന്തായിരുന്നാലും 2 ഐറ്റംസ് ഒന്നും പോരാ. അത് അവിടെ എങ്ങനെയാണെന്നാ ചോദിക്കും. ഫുഡിങ് തന്നെ എത്ര ഐറ്റം വേണം? എന്നിട്ട് കുട്ടികളങ്ങനെ തിന്നും. ലൈസൻസ് ഇല്ലല്ലോ, ഈ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടാവില്ല, അപ്ലൈ പറ്റുള്ളൂ എന്നുള്ള ആൾക്കോല അവിടെ തന്നെയാണ് കൂടും. എത്ര ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. സാധനം വേസ്റ്റ് ആക്കരുത്. സാധനം നമ്മൾ കളഞ്ഞാ പോയി ഭയങ്കര പിന്നീട് നമ്മളെ കയറിക്കും. ദൂരത്തിന്റെ കാര്യം പറയുമ്പോൾ ഭക്ഷണമൊക്കെ കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. വസ്ത്രത്തിന്റെ അവസ്ഥ ആലോചിച്ചോ. 1, 2, 3 കല്യാണത്തിന് ഒരു പർദ്ദട്ട പെണ്ണുങ്ങൾ പിന്നെ പറഞ്ഞു അത് പറ്റൂല, ഓലൊക്കെ കണ്ടതാണ്. ഇവര് വിചാരം എന്താ പറയുക, ആൾക്കാരൊക്കെ കല്യാണത്തിന് നിന്നാ ഓളാ പർദ്ദപ്പ് എത്രാമത്തട്ട, ഓളാ പർദ്ദ, ഇതൊക്കെ ആരെങ്കിലും നോക്കുമോ? എന്നാൽ ഇവർക്ക് അതൊക്കെ ഭയങ്കര കണ്ണ, അതിൻ്റെ അടിയൊക്കെ നോക്കും. ഓൾ ഇന്നാൾ വന്നപ്പോഴും ആ നീല തന്നെയാണ്, മറ്റേ കല്യാണത്തിന് വന്നപ്പോഴും നീല തന്നെയാണ്, പാവാണല്ലേ. അപ്പോൾ കടം വാങ്ങിയിട്ടാലും വൈഫ് വാങ്ങിയിട്ടാലും ഒന്ന് മാറ്റിപ്പോയി.
വല്ലാത്തൊരു ദുരഭിമാനത്തിൻ്റെ കാലാണ്. അങ്ങനെ ഡ്രസ്സിങ് അലമാരയിൽ എത്ര ഐറ്റംസാണ് വെറുതെ വിശ്രമിക്കേണ്ടത്? ആർക്കെങ്കിലും കൊടുക്കുമോ? അതും ചെയ്യൂല, അതുമില്ല, അതും തോന്നൂല. അങ്ങനെ അട്ടിക്ക്. എന്നാൽ ഇവർ കല്യാണം വരികയാണെങ്കിലോ അപ്പോൾ വാടകക്കും കൊണ്ടുവരും 2 ദിവസം മറ്റേതൊക്കെ പാടെ. കുട്ടികൾക്ക് താങ്ങാൻ കഴിയൂല, 2 ആൾ റക്കീബ് അത്തീതാണ് പിടിച്ചു കൊടുക്കേണ്ടത്. കുട്ടിക്ക് നടക്കാൻ കഴിയൂല, ഇത് വെറുങ്ങലിച്ച് ഇങ്ങനെ ഒക്കെയല്ലേ. അങ്ങനെയൊക്കെ ഒരു കാലം. എല്ലാം മാറി വരും, എല്ലാം മാറി വരും. അപ്പോൾ കുറേ ദൂർത്തുകൾ പല നിലക്കും നടക്കുന്നുണ്ട്. എന്നാൽ ചെലവാക്കേണ്ടതിനോ ചെലവാക്കൂല. ചില മദ്രസയിലൊക്കെ ഇപ്പോൾ പോയാലും തിരിയാത്ത ഫാന് വർക്ക് ചെയ്യൂല. ഇപ്പോൾ ഫാനില്ല, ഞാൻ എന്നിട്ട് കുട്ടികളിങ്ങനെ ഇറങ്ങാറാകുക. ബില്ല് വരും നേടിയാണ് ഫാന് വെച്ചുകൊടുക്കാത്ത കമ്മിറ്റിക്കാർ ഇപ്പോഴും ഉണ്ട് മദ്രസ. ആകെ 2 മണിക്കൂറാണ്. ആകെ നമ്മൾ ഫാനൊക്കെ വെച്ചോളൂ, നമ്മളെ കുട്ടികളല്ല. മദ്രസ ഫാനും ഉണ്ടാവില്ല. ചിലയിടത്ത് കാണാം ഉസ്താദ് ആ ഫാനൊന്നും ഇട്ടിടാറിന ഒരു കുട്ടി സ്വിച്ച് ഇടും, ഒരു കുട്ടി മാറാരക്കോലും ഉണ്ടാവും മൂലക്ക എടുത്തേണ്ടത്. ഇതൊന്ന് തട്ടി കൊടുക്കണല്ലേ ചെയ്യും. അതിനൊരാളുണ്ടാവും, ഓൻ്റെ ചുമതല അതേ കാണും. ഇത്ര ഒരു വേഷത്തരം തന്നെ മോശമാണ്. ഞാൻ നാളെ ദിവസങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ക്ലാസ്സിന് എന്നെ കൊണ്ടുപോയിക്കാണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കയ്യിലൊരു കസേര തരുമോ ചോദിച്ചു. ഈ മറ്റേ കസേര ഉണ്ടല്ലോ, നിങ്ങൾ ബാക്കിൽ ഇരിക്കേണ്ട കസേര, അത് കുറച്ച് നേരം ഇരുന്നാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അവർ കയ്യിലുള്ള കസേര കിട്ടിയാനാണ്. അതുപോലെ കയ്യിലുള്ള കസേര കൊടുന്ന് വെച്ചെന്ന് കുറച്ച് വന്നപ്പോൾ ദണ്ട് പൊട്ടി, ഞാൻ പോണില്ല. അത് കാലയച്ചതാണ്, മരത്തിൻ്റെ കസേര കൊടുന്നത് കാലയച്ചതാണ്. അപ്പോൾ സദൃസ്താദ് പറഞ്ഞു സംഗതി പൊട്ടിയത് നന്നായിയാണ്. ഞാൻ കരുതി ഇയാൾ ഇന്നെ കുതിരാക്കുകയാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ കുറേ കാലയിക്കുന്ന കസാറിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട്, പക്ഷേ കമ്മിറ്റിക്കാർ കേൾക്കില്ല. ഓരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഓല മുന്നിൽ തന്നെ നിങ്ങളത് പൊട്ടിയത് നന്നായി എന്നാണ് മൂപ്പര് പറയുന്നത്. എപ്പോൾ ഊരൊക്കെ കുഴപ്പമില്ലാതെ കഴിച്ചിലായി കിട്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറേ ആൾക്കാർ ക്ലാസ്സിലുണ്ടല്ലോ, നിങ്ങളൊക്കെ വീടിൻ്റെ കുടിരിക്കൽ കഴിഞ്ഞാണ്ടുണ്ടാവും കുറേ കസേര റാക്കുമ്പോൾ വിശ്രമിക്കുന്നുണ്ടാവും, കൗത്തിയെന്ന് വെച്ച് കൊടുക്കാതെ. അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ, നിങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൊടുന്നാൽ മതി. എന്നാൽ വലിയ റേഞ്ച് യോഗം ഉണ്ടെങ്കിൽ വലിയ കാര്യമാവും ചെയ്യും, മദ്രസയിൽ കുറച്ച് കസേരയാവുമല്ലോ. പിറ്റത്തെ ക്ലാസ്സിനാണ് വമ്പൻ രസം ഉണ്ടായത്. പ്രത്യേകിച്ച് നമ്മളെ താത്താർ പെണ്ണുങ്ങളൊക്കെ ഓരോ കസേരയിട്ടും വന്നു. ആ വരവ് ഭയങ്കര രസീനാണ്. അങ്ങനെ സദൃസ്ത എന്നോട് പറഞ്ഞു, ഒന്നും നിങ്ങൾ കസേര കൊണ്ടെന്നാന്ന് പറഞ്ഞുകൊണ്ടിയാണ്. അതിൽ വലിയൊരു പ്രശ്നമായത്, ഒരുപാട് അരി ഒരു ചെമ്പിലിട്ടായിരിക്കും, ഇത് അട്ടിക്കാൻ പറ്റൂല. പല ഐറ്റംസാണ്, ഒന്നൊന്നിനെ മേലെ കയറിക്കൂല, പല ഐറ്റംസ് കസേര. അപ്പം എന്താ പറയുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടെ. മദ്രസയിൽ അത്യാവശ്യം ഇപ്പൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഏകദേശം ഒക്കെ ആയി. അൽഹംദുലില്ലാഹ് നല്ല ശ്രദ്ധ ഉണ്ട്, നല്ല ശ്രദ്ധ ഉണ്ട്. എന്നാലും ഉണ്ടാവും ഒറ്റപ്പെട്ട്. അപ്പോൾ അത്രത്തോളം അങ്ങോട്ട് വിഷ്കരുത്, എന്നാൽ ഓവറാക്കാനും പാടില്ല, ഓവറാക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പറയാണ്, നോക്കൂ, ഈ ആയത്തിലൂടെ പറയാണ്, നിങ്ങൾ ഇസ്രാഫ് ആയിട്ട് തിന്നരുത്. പിന്നെ കുട്ടികൾ വലുതാകുമെന്ന് കരുതിയിട്ട് ധൃതി പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ ഇസ്രാഫ് കാണിക്കരുത്. എന്നിട്ട് അതിന്റെ ശേഷം പറയുന്നൊരു പോയിന്റ്, അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. വമൻ കാന ഗനിയം ഫൽയസ്തഅഫിഫ്. ആ സംരക്ഷിക്കുന്ന ആള് ധനമുള്ള ആളാണെങ്കിൽ അവനെന്ത് ചെയ്യണം, അവൻ മാന്യത കാണിക്കണം. അതായത് ഒരിക്കലും ആ കുട്ടികളെ യതീം കുട്ടികളിൽ നിന്നൊന്നും പറ്റരുത്, ആണ് മാന്യത. ഒരാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ഓന്റെ സംരക്ഷണത്തിലാണ് ആ കുട്ടി. എന്നാൽ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ആ കുട്ടിന്റെ മുതലൊരിക്കലും ഇങ്ങോട്ട് പറ്റരുത്. അല്ലാതെ ഞാനാളാ നോക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഓനെ ഹോട്ടലിൽ കൊണ്ടുപോയിക്കാണ്ട് ഓൻ്റെ പൈസയിൽ നിന്ന് ബില്ലടക്കുക. നല്ല രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇവന് ഞാനാളെ നോക്കുന്നത് എന്നുള്ള പേരിൽ അങ്ങനെയൊക്കെ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും. യഥാർത്ഥത്തിൽ വേണ്ട എന്താ, അങ്ങനല്ല. ചിലർക്കൊക്കെ അതിൽ വലിയ ജാഗ്രത ഉണ്ടാവും. ഒരിക്കലും ഇങ്ങോട്ട് പറ്റരുത് എന്നുള്ളൊരു ചിന്ത. ഈ പിന്നെ ഫൽയസ്തഅഫിഫ് എന്ന് പറഞ്ഞ ഈ ആയത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ഇനിയിപ്പോൾ യതീമുകളുടെ കാര്യത്തിലല്ലെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു നല്ല സ്വഭാവമാണത്. എന്താ നിങ്ങൾ, ഒരാള് എത്ര ഇല്ലെങ്കിലും ആ ഇല്ലാത്തത് അറിയിക്കാതുള്ളൊരു ജീവിതം ഓലിക്ക് എങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. മാന്യത, ആ വിഷയത്തിൽ മാന്യത കാട്ടുക. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഞാനൊരു ഒറ്റ ആയത്ത് ആ വിഷയത്തിൽ പറയാം. 46-ാമത്തെ പേജ് നോക്കി, 273 ആയത്ത്.
ഈ തഅഫുഫിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എത്ര ഇല്ലെങ്കിലും ഒരു മാന്യത കാണിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ വിഷയത്തിലാണെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിൽഫുഖറാഇല്ലദീന ഉഹ്ശിറൂ ഫീ സബീലില്ലാഹ് ലാ യസ്തതീഊന ളർബൻ ഫിൽ അർദ് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ആർക്കാണ് സക്കാത്ത് പിന്നെ ഈ ഗനീമത്തിന്റെ മുതലൊക്കെ ഓഹരിക്കുമ്പോൾ അതുപോലെ സംഭാവനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഈ സഹായങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന് ഖുർആൻ പറയാണ്. അവിടെ ഇങ്ങനത്തെ ആൾക്കാരെ പ്രത്യേകം എടുത്തു പറയാണ്. ലിൽ ഫുഖറാഇല്ലദീന, ഒരു കൂട്ടം ഫഖീറുമാർ, മിസ്കീനുമാർ. ആരാണവർ? ഉഹ്ശിറൂ ഫീ സബീലില്ലാഹ്, ഓല് അള്ളാന്റെ മാർഗത്തിന് വളരെ സജീവം. ഏത് കാര്യത്തിനും ഓല് ഉണ്ടാവും. നിങ്ങളുണ്ടല്ലോ ഓരോ മഹല്ലിലും വളരെ ഇഖ്ലാസോടുകൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഒളിയത്തിറക്കുകയാണെങ്കിൽ അവിടെ അതാക്കി അയച്ചാൽ അതൊക്കെ വലിയൊരു സേവനമുള്ള അള്ളാന്റെ മാർഗത്തിലുള്ള പിന്നെ അതിൽ വല്ലാതെ ബന്ധപ്പെടാറുണ്ട്. അതാണ് റമളാന്റെ തലേ 4 ദിവസം മുമ്പ് പള്ളി ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൂപ്പരടുത്തും ഒരു പള്ളിയിൽ ഒരു ഒരു പ്രഭാഷണ പരിപാടിയൊക്കെ ലാസ്റ്റ് കസാരി മടക്കി വെച്ചിട്ട് അവർ പോകും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ സജീവീകരണം. ഈ ഒരു പള്ളിപ്പണി പുനരുദ്ധാരണം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെ വെള്ളം നനക്കാനും അവിടെ ഹെൽപ്പ് ചെയ്യാനും അവിടെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഒരു വിഭാഗം അതിനൊന്നും ഉണ്ടാവില്ല. ഒളിയത്തിൻ്റെ ഇറച്ചി കുട്ടികളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇയാൾ ചോദിക്കുക, എവിടെയാണ് അതുവരെ വേണം കൊണ്ടുവരണ്ടേ? ചൂടാകുക. ഒരു പണിയില്ല. ഇറച്ചി ഒന്ന് കുറച്ച് വൈകീനാണ് എന്തേണ് കൊണ്ടേ കൊടുക്കരുത്. ടോക്കൺ കൊടുക്കുക, വാങ്ങിക്കൊണ്ടേക്കോട്ടെ എന്ന് പറയാം. അത്രത്തോളം കെട്ടിടങ്ങാറാണ്ടേ അള്ളാന്റെ മാർഗത്തിൽ. കുറച്ചൊക്കെ ഒരു ചെറിയ പണി ഒൽക്കും കൊടുക്കണേ, എന്നാലേ ഓരോ വലിയ ആക്ഷേപം നിൽക്കുള്ളൂ. ഒരു പണിയില്ലാതെ പെരയെ കുത്തിരിക്കാൻ ഇവര് പേറുണ്ടോല് അങ്ങനെ പേര കുറ്റപ്പെടുത്താനായിട്ട് ഒരു ടീം എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടോ? അപ്പൊ പിന്നെ അതിനുള്ള മാർഗത നിങ്ങളൊക്കെ ഇവിടെ ഈ ശാസ്ത്രത്തിലൊക്കെ ഉത്തരവാദപ്പെട്ടോലാട്ടോ, ഓരോന്നിന് നേതൃത്വം കൊടുക്കേണ്ടോലാണ്. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ നല്ലോ മനസ്സിലാവും എത്രയാണ് നമ്മളൊക്കെ പലരും കേൾക്കല് എന്നുള്ളത്. പക്ഷെ കാര്യാക്കണ്ട, വിഷയാക്കണ്ട, ഈ പറഞ്ഞതിൽ നിന്നാൽ മതി. നോക്കൂ, ഇവരെ പറ്റി അള്ളാഹു വീണ്ടും പറയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ അറിയോ? അവർക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ച് സമ്പാദിക്കാനും കഴിയാത്തവരായിരിക്കും. അതിനുള്ളൊരു ത്രാണിയോ പ്രാപ്തിയൊന്നും ഉണ്ടാവില്ല. ബാംഗ്ലൂർ പോകാനോ ബോംബെ പോകാനോ മുംബൈയിൽ പോകാനോ അല്ലെങ്കിൽ മൈസൂർ പോകാനോ അല്ലെങ്കിൽ കോഴിക്കോട് പോകാനോ, ഇങ്ങനെ ഞാൻ പറയുന്നത് കച്ചവടത്തിന് ഇതിന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പല ആൾക്കാരും പോലില്ലേ, അതിനൊന്നും ഓൽക്ക് കഴിയൂല. എന്നാ ഓല അവസ്ഥ എന്താ അറിയോ? ഓല അവസ്ഥ അല്ലാഹു പറയാണ്, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ. അവരെ പറ്റി അറിയാത്തവർ, അപരിചിതരായ ആളുകൾ ഓലെ കണ്ടാ വിചാരിക്കും അവർ വലിയ ധനികന്മാരാണ്. എന്താ കാരണം? മിനത് തഅഫുഫ്. അതാണ് അവിടെയാണ് ആ പോയിന്റ്. ഓരോ മാന്യത കാണും. ഓല മാന്യത കാരണം ഓലെ കണ്ടാലേ നമ്മള് വലിയ മുതലാളിമാരാ തോന്നും ഓലെ കണ്ടാലേ. എന്നാലോ തഅരിഫുഹും ബിസീമാഹും, ചെറിയ അടയാളങ്ങളെ കൊണ്ട് അവർ പാവപ്പെട്ടവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒലയിട്ടൊന്നെടുത്താൽ മതി, അപ്പൊ അറിയാം എന്ത് ഒരു പാവങ്ങളാണ്. എന്നാൽ ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, അവരൊരിക്കലും മറ്റുള്ളവരെ ചോദിച്ചു പ്രയാസപ്പെടുത്തൂല. ആ കുറവുണ്ട് ഈ കുറവുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഈ പയരം പറയാറില്ലേ, ആ പറഞ്ഞാണ്ട് ഒരിക്കലും ഒരു വേറുള്ളവരെ എന്ത് ചെയ്യൂല, പ്രയാസപ്പെടുത്തൂല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നമ്മളോട് പറയാ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അറിയട്ടോ. അപ്പൊ ഇവിടെ പ്രത്യേകം പറയാണ്, ഓലെ കണ്ട അറിയാത്തോല് കരുതുക ഓല് വലിയ ധനികന്മാരാണ്, ഓല നടത്തം ഒക്കെ കണ്ടാല് വലിയ പൈസക്കാരായിരുന്നു.
ഇനി അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഏറ്റവും താഴ്ന്ന വിലയിലുള്ള മീൻ കുറച്ച് വാങ്ങുമ്പോൾ ഓൻ വലിയ മുതലാളിയൊക്കെ കരുതിയോൻ പറയും, എടാ ഇതെടുത്തടാ, അടിപൊളി മീനാണത്. അപ്പം പറയും പെരക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതാ അവൻ്റെ മാന്യത. അല്ല എന്തല്ല ഓ എന്ത് പറയില്ല, എടാ ഇതൊന്നും ഞമ്മക്ക് കഴിയില്ലടാ, നമ്മൾ പാവല്ലേ, അതൊക്കെ നിങ്ങളെ പോലത്തെ മുതലാളിമാർക്കല്ലേ എന്ന് പറഞ്ഞ ഒരു ടെൻഷൻ ഉണ്ടാക്കൂല. ഓൻ പറയുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടപ്പെടില്ലാതൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഓനോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ല എന്താ ചങ്ങായിച്ചൻ്റെ പെരക്കൊന്ന് ആകെ പൊളിഞ്ഞാടിയമാർക്കായി, ഇതൊന്നും എനിക്ക് പെയിൻ്റ് അടിച്ചു വിടുന്ന ആ പണിക്കാരെ വിളിച്ചു. അപ്പോൾ അയാളെ മാന്യത കാരണം പറയാണ്, പണിക്കാരെ കിട്ടാനില്ല, പാവട്ടോ. പണിക്കാർ ഇയാളെ മുന്നിൽ കൂടി തിരിയുന്നുണ്ട്, ഇയാളൊന്ന് വിളിച്ചെങ്കിൽ തിരിയാണ്. പക്ഷെ മൂപ്പര് പറയുന്നുണ്ട് എന്താ മാനം കാക്കാൻ വേണ്ടിയിട്ട് പണിക്കാരെ കിട്ടണ്ട, ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ. അതിപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് ഞാനെന്നൊക്കെ പറയും. എന്നാലും എന്ത് ചെയ്യൂല, അഭിമാനം നഷ്ടപ്പെടുത്തൂല. വിരുന്നേരൊക്കെ വന്നാൽ നല്ലോണം പരിഗണിക്കും. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കണ്ട് അവിടെ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. അതിന് ആരെങ്കിലും സുഹൃത്തുക്കളെ തോണ്ടും, ഖുർആൻ്റെ അടുത്ത് അർജൻ്റായിട്ട് കുറച്ച് വരും, ഏറ്റവും അടുത്തവരോട് അതും മാനം നഷ്ടപ്പെടാറ്. ഖുർആൻ എടുത്ത് പറയാണ്, എന്നാൽ ഓരോട് നമ്മൾ അറിയാം, ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാം. അള്ളാഹ് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ പോലെ നല്ലോണം കണക്കിലെടുക്കണം എന്നാണ്. അപ്പം പിന്നെ പണം ഉണ്ടെങ്കിൽ അത്രമാത്രം മാന്യത കാണിക്കണം. അതാണ് ഞാൻ ഈ 2 ആയത്ത് ബന്ധിപ്പിച്ചത്. ഇനി വേറൊന്നും കൂടി ഉണ്ട് ഈ വിഷയത്തിൽ. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിനോട് കൂടെ ചേർത്തി പറയുന്ന വേറൊരു ആയത്ത് കൂടി ഉണ്ടായതാണ്. അൽ ഹസ്ർ സൂറത്തിൽ 546. ഒമ്പതാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين ഒരു കൂട്ടർ അല്ലാഹു തആല അൻസാറുകളിൽപ്പെട്ട പാവങ്ങളെ, മുഹാജിറുകളല്ല അൻസാറുകളിൽപ്പെട്ട പാവങ്ങളെ പ്രത്യേകം പ്രകീർത്തിക്കുകയാണ്. ഓല തഅഫുഫിനെ പറ്റിയാണ് പറയുന്നത്, ഓല മാന്യത. അതായത് മക്കത്തുനിന്ന് സ്വഹാബിമാർ മദീനയിലേക്ക് ഹിജ്റ പോയി, ഇതിലൊന്നുമില്ലാതെ ചെല്ലുകയുള്ളൂ. അപ്പോൾ മദീനക്കാർ ഓലെ സഹായിക്കുകയാണ്, എല്ലാ സൗകര്യവും. അപ്പോൾ നമ്മൾ കരുതരുത് മദീനക്കാർ അൻസാറുകളൊക്കെ പൈസ ഉള്ളവരാന്ന് കരുതരുത്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ചില മഹല്ലുകളൊക്കെ നല്ല സമ്പന്ന ഏരിയക്കാരം, നല്ല VIP ഏരിയക്കാരം, വലിയ വലിയ വീടുകൾ, വലിയ വലിയ വാഹനങ്ങൾ, ഓരോ വീടിനും വലിയ വലിയ മതിലുകൾ, വിശാലമായ മുറ്റങ്ങൾ. അപ്പോൾ നമ്മൾ പറയും ആ ഭാഗത്തേക്കൊന്നും സക്കാത്ത് കൊടുക്കുകയോ ചിന്തിക്കുകയോ വേണ്ടാന്ന് പറയരുത്. ആ മഹല്ലിലും ഉണ്ടാവും ചില പച്ചഭാവങ്ങൾ, ഏത് VIP ഏരിയ പറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അൻസാറുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം, അൻസാറുടെ പാവങ്ങളുണ്ട്. ഇനി കേട്ടോളൂ, ഓലെ മാന്യത പറയണം. വല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാൻ. നോക്കൂ, മുഹാജിറുകൾ മദീനയിലേക്ക് വരുമ്പോൾ അവർക്ക് വീടൊരുക്കി വച്ചവർ, അതുപോലെ ഈമാനും ഒരുക്കി വെക്കണം. ഒരു നല്ല വിശ്വാസത്തോടുകൂടെ ഒരുങ്ങി നിന്നു എന്നാണ്. മിൻ ഖബ്ലിഹിം, ഇവർ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ വരുന്നവരെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്ത് ഇതിനോട് ചേർത്തുന്നറിയോ? അനാഥകളെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. നോക്കുങ്ങൾ, മുതിർന്ന ആളുകളെയാണ് മുഹാജിറുകളാണ് അൻസാറുകളെ ഏറ്റെടുക്കേണ്ടത്. അനാഥകൾ കുട്ടികളാണ്, ചെറിയ മക്കളാണ്.
അതുപോലെയല്ലല്ലോ മറ്റേത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുതിർന്ന ആളുകൾ ഒന്നായിട്ട് വരികയാണ്. ആ വരുന്നവരെ അതാണ് അള്ളാഹു പറയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് പലായനം ചെയ്തു വരുന്ന ആളുകൾ അവർ ഇഷ്ടപ്പെട്ടു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു, മുഹാജിറുകൾക്ക് നൽകപ്പെടുന്നതിൽ അവരുടെ മനസ്സിൽ യാതൊരുവിധ അസൂയയും ഉണ്ടായില്ല. അവിടെ ഹജത്ത് എന്ന ഹസദാണ്, ഒരു ലെവലേശം അതിന്റെ പേരിൽ അസൂയ ഉണ്ടായില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എന്ത് ചെയ്യുന്നറിയോ, നബി തങ്ങൾക്ക് ചിലപ്പോൾ ആരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് കൊടുന്നു നടക്കും, പല ഇതും വരലുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ആർക്കും മുൻഗണന കൊടുക്കും? മുഹാജിറുകൾക്ക്. കാരണം ഓല് അങ്ങനെ വന്നപ്പോൾ നമ്മൾ മഹല്ല് കമ്മിറ്റിനെ സൗദിയിൽ നിന്ന് ഒരു അറബി കുറച്ച് കാശ് ഏൽപ്പിക്കുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് കൊടുത്തളി എന്ന് പറഞ്ഞാൽ ആ മഹലിൽ ഏറ്റവും ദരിദ്രരായ ആളുകളെല്ലാം ആദ്യം പരിഗണിക്കുക, അല്ലെങ്കിൽ വിവാദമാവൂലേ, അഭിപ്രായ വ്യത്യാസം വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വല്ലതും തടഞ്ഞാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? ആദ്യം മുഹാജിറുകൾക്ക് കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ മുഹാജിറുകൾക്ക് അൻസാറുകളെക്കാൾ സ്ഥാനമുണ്ട്. കാരണം ഒരു എല്ലാം ത്യജിച്ച് സ്വത്തൊക്കെ ഒഴിവാക്കി അവിടെ പോകണമെങ്കിൽ അതിന് നല്ല ഈമാൻ വേണം. അങ്ങനെ വന്നു എന്നുള്ള വലിയൊരു സംഭവമാണ്. അപ്പോൾ അവരൊന്നുമില്ല വന്നായതുകൊണ്ട് ഓലെ പരിഗണിക്കും. എന്നാൽ ആ വന്ന ആളുകളെക്കാൾ പ്രയാസമുള്ളവര് ആരെ കൂട്ടത്തിലുണ്ടാവും? അൻസാറുകൾ, മദീനക്കാരുടെ കൂട്ടത്തിലുണ്ട്. അവരെ പറ്റി അള്ളാഹ് പറയാ, എന്നിട്ട് ഓല അത് പുറത്ത് കാണിച്ചില്ല, ഓല പ്രയാസങ്ങൾ പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രല്ല, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, ഓല മനസ്സിന്റെ ഉള്ളിൽ ലവലേശ അസൂയ ഉണ്ടായില്ല. ഏത് വിഷയത്തില്? മിമ്മാ ഊതു, ഈ മുഹാജിറുകൾക്ക് നൽകപ്പെടുന്നതിൽ. മാത്രല്ല വയുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ ആ അൻസാറുകൾ ആ മുഹാജിറുകളെ തെരഞ്ഞെടുത്തു. വലൗ കാന ബിഹിം ഖസാസ, അവർക്കതിൽ വലിയ ആവശ്യമുണ്ടെങ്കിലും, ഓൽക്ക് നല്ല ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, പക്ഷെ ഓലെന്തെങ്കിലും പുറത്തു കാട്ടൂല. അത് പുറത്ത് കാട്ടാതെ നോക്കി നിങ്ങൾ, മനസ്സറിയുന്ന അള്ളാഹ് പറയാ, ഓലെ മനസ്സിൽ അതിന്റെ വലിയൊരു അസൂയ ഉണ്ടായില്ല. ഇന്നൊക്കെയാണെങ്കിൽ പറയില്ല, പറഞ്ഞാൽ വിവാദമാവുന്ന കരുതിയിട്ട് മനസ്സിലുണ്ടാവും, ഓക്കാണ്ട് കൊടുത്തിക്കണം ഓൽക്ക്. എനിക്കും തോന്നുക മുഹാജിറാകിയാണ് നല്ലതെന്നൊക്കെ നമുക്ക് തോന്നും. അല്ലേ? നമ്മളിപ്പോ യത്തീമുകളൊക്കെ മറ്റൊരു ആനുകൂല്യം കൊടുക്കുമ്പോ ഇതിലേറൊക്കെ നല്ല യത്തീമാകിയെന്ന് തോന്നിയാലോ? ഉള്ളറിയുന്ന അള്ളാഹ്ക്കറിയാലോ അതൊക്കെ. എന്നാൽ ഇവിടെ നോക്കി അള്ളാഹു സഹാബത്തിന്റെ ഉള്ളി നമുക്ക് പറഞ്ഞു തരാ, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകൊണ്ട് കട്ടു നോക്കുന്നത്, മനസ്സിൽ മറച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ്. ആ അള്ളാഹ് പറയാ, ഓരോ മനസ്സിൽ എന്തില്ല, ഒരു വിഷമയിലുണ്ടായില്ല, മറ്റവർക്ക് കൊടുക്കേണ്ടതിൽ അത്രക്കും നീറ്റായിരുന്നു അവരെന്നാണ്. എന്നിട്ട് അതേ ആയത്തിൽ വേറൊരു കാര്യം പറഞ്ഞത് അറിയോ, മനസ്സിന്റെ ആക്രാന്തത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയികള്. മനസ്സിന്റെ ആക്രാന്തം, ഷുഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ഷുഹ് എന്ന് പറഞ്ഞാല് എന്ത് കണ്ടാലും അതൊക്കെ തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുക, തന്റെ കയ്യിൽ ആർക്കും കൊടുക്കൂലെന്ന് തീരുമാനിക്കുക, അതിനാണ് ഷുഹ് അറിയാം. പീഷ്കന്റെ മൂത്താപ്പയാണ് വഹീലിന്റെ. ഷുഹ് എന്ന് പറഞ്ഞതാ, ആരെടുത്ത് ഇപ്പൊ നിങ്ങളെടുത്ത് നല്ലൊരു വാച്ച് കണ്ടാൽ എനിക്ക് തോന്നണം ആ വാച്ച് എനിക്ക് കിട്ടിയെങ്കിൽ, നല്ലൊരു വണ്ടി കണ്ടാൽ, കാറ് കണ്ടാൽ ആ കാറ് എനിക്ക് കിട്ടിയെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുക. എന്നാലും നമ്മൾ എന്തിലാണ് കൊടുക്കൂല. നബി തങ്ങൾ പറഞ്ഞെന്താ, അങ്ങനത്തോട് കൂടെ നാളെ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞ കൂട്ടുകൂടരുത് എന്നാണ്. കാരണം എന്താ, അപ്പൊ അങ്ങനത്തെ ഒരാളെ നമ്മൾ ക്ലാസ്സിന് കൊടുന്നാല് അങ്ങനെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് കളക്ഷൻ ഒന്ന് കൂട്ടിക്കോളി, നമ്മളവിടെ ഇല്ല, ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആള് നല്ല ആള് 100 റുപ്യ എടുക്കുമ്പോൾ മറ്റോത് കണ്ട കയ്യിനെ പിടിച്ചു, 100 പൊന്നാര ചങ്ങായിയെ, യുദ്ധം കാരണം ഗൾഫിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. 10 ക്ലാസ്സിനിടെ എനിക്ക് 10 റുപ്യ ഇട്ടാല് എവിടുക്കാർ ഇതൊക്കെ പാടുണ്ട്, എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയില്ലേ, വല്ലാതെ പറഞ്ഞപ്പോൾ അവനൊരു വേജാറ്, ഗൾഫൊക്കെ ആകെ പ്രശ്നമാണ് ഏരിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓനും തോന്നി എന്ത് പറഞ്ഞ മരിക്കണ്ടേ, അതാണ് അവനോട് കൂട്ടോട് ചെയ്ത് തരണ്ടേ. അത് കഴിഞ്ഞാണ്ടൊരു മിന്നലേറ്റാണ് നമ്മൾ മരിച്ചാൽ പോയും ചെയ്തു. ആ വിസ്കി 90 റുപ്യയുടെ വെച്ചത് ഓരോ സ്വഭാവം, ഓല എന്തെയും മറ്റുള്ളവനെ വല്ലാതെ സ്വീപ്പാക്കാൻ നോക്കും, മുടക്കാൻ നോക്കും. അതാ അവരോട് കൂട്ടുകൂടരുത്. അപ്പോൾ ഈ ആയത്തിലും അല്ലാഹു തആല പറയുന്നതാണ്. ഇനി നമ്മൾ അതിനെപ്പറ്റി വേറൊരായത്തിൽ പറയുന്നത്, ഒരായത്തിൽ പറയും ഹജ്ജ് സൂറത്തിൽ, അത് കുറച്ചും കൂടി വിശദീകരണം.
336 പേജിൽ 36 ആയത്ത് 336 ഹജ്ജ് സൂറത്തിലെ 36 ആയത്ത്. അതിൽ ഈ വിഷയം പറയുന്നുണ്ട്, ഈ മാന്യതയുള്ള ആളുകളെ പറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ് ഫഇദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ كذلك سخرناها لكم لعلكم تشكرون. ഈ ആയത്തിലും ഈ വിഷയം വരുന്നുണ്ട്. ഒന്നർത്ഥം ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഈ ടൈമും കൂടി അതിൻ്റെ ടൈമാണ്. ദുൽഹിജ വരും. വൽ ബുദിന ബലിയൊട്ടകങ്ങൾ ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് നാം നിങ്ങൾക്കതിനെ അള്ളാഹുവിൻ്റെ ചിഹ്നമാക്കിയിരിക്കുന്നു. അള്ളാഹ് പറയാം, അതായത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ് ഏത്? ബലിയൊട്ടകങ്ങൾ. ബുദിന് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം ഒട്ടകത്തിനാണ് പറയാം. പക്ഷേ പിന്നെ യഥാർത്ഥത്തിൽ ബുദിന് എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ് നേരെ അർത്ഥം എന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല മാംസം കൂടുതൽ കിട്ടുന്ന മൃഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാളിയും പോത്തും ഒക്കെ, ആട് പെടൂല, കോഴിയൊന്നും പെടൂല, വലിയ മൃഗങ്ങൾ കാളിയും പോത്തും പൊളിയത്തിന് പറ്റുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതാണ് ഈ ബലി ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹജ്ജ് വേളയിൽ അവിടെ അറുക്കുന്നതും ലോക മുസ്ലിമീങ്ങൾ ഉലുഹിയത്തിന് അറുക്കുന്ന മൃഗമാണ് ഉദ്ദേശം. ഇന്ന് നമുക്ക് അങ്ങനെ തന്നെ ഒരേപോലെ തന്നെ മസല. എന്നിട്ട് അള്ളാഹു പറയാണ്, അത് അള്ളാഹിന്റെ ചിഹ്നമാണ്, അതിൽ നിങ്ങൾക്കൊരുപാട് നന്മയുണ്ട്. ഇപ്പം നിങ്ങൾ ഉലുഹിയത്തിനൊക്കെ ആരെങ്കിലൊക്കെ പോത്തിനൊക്കെ വാങ്ങി വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ ചിഹ്നമാണ്. അപ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും ഇരിക്കുന്ന വലിയ ചില ജീവികളൊക്കെ ഇരുന്ന് പ്രയാസം അതിനാട്ടി അതിനെല്ലാം കുളിപ്പിച്ചു, അതിന് വെള്ളം കൊടുത്തു, അതിന് പുല്ല് കൊടുത്തു, അതിന് വൈക്കോല് കൊടുത്തു, അതിന് പിണ്ണാക്ക് കൊടുത്തു. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ അതീവ ജാഗ്രത കാണിച്ച പെരുങ്കൂലിയാണെന്നാണ്. ഭയങ്കര കൂലിയാണ്. നോക്കാൻ കഴിഞ്ഞാണ്ടല്ല ആൾക്കാർ കഴിഞ്ഞ മാത്രം അറിയില്ല. ആൾക്കാരെന്താ പറയാ, ഓനും ആ പോത്തും കണക്കാ എന്ന് പറയും. എപ്പോഴും അതിൻ്റെ പിന്നാലെ എങ്ങനെയാണ് അയാൾക്ക് കാര്യം അറിയാം. അയാൾ നാളെ പറയലോത്ത് ഭയങ്കര സ്പീഡിൽ പോകും. അള്ളിമോ ലഹായാക്കും ഫൈന്നഹാ അല സിറാത്തി മത്തായാക്കും. നിങ്ങൾ നല്ല ബഹുമാനിച്ചോളി ഒളിയത്തിന്റെ മൃഗത്തെ. എന്താ കാരണം എന്നറിയോ? സിറാത്ത് പാലത്തിൽ നിങ്ങളെ വാഹനാട്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ അള്ളാഹു പറയാം, ഞങ്ങൾക്ക് വലിയ ഹൈറുണ്ട്, അത് അള്ളാഹിന്റെ ചിഹ്നാണ്, അതിനെ ആദരിക്കണം. അതിനെ അറുക്കുന്നതിനെ അണിയൊപ്പിച്ച് നിർത്തുമ്പോൾ അള്ളാഹിന്റെ തിരുനാമം ഉച്ചരിക്കണം. അറുക്കുമ്പോൾ പേരുച്ചരിക്കണം. ഒട്ടകത്തിനെ നിർത്തിയിട്ടുള്ള അറുക്കുക. അതാണ് അങ്ങനെ പറയാൻ കാരണം. അതാണ് ശേഷം പറയുന്നത് അങ്ങനെ അതൊരു ഭാഗത്തേക്ക് നിലം പതിച്ചാൽ, അതായത് അറിവ് നടന്നു, അങ്ങനെ അതിന്റെ ജീവൻ പിരിഞ്ഞു. ഇനിയാണ് നമ്മളെ വിഷയം. ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് തിന്നോളൂ. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, മാന്യത കാരണം ചോദിക്കാത്തവർക്കും ചോദിച്ചു വരുന്നവർക്കും നിങ്ങൾ അതിൽ നിന്ന് ആഹരിച്ചോളൂ, അതിൽ നിന്ന് നിങ്ങൾ ആഹരിപ്പിച്ചോളൂ, നിങ്ങൾ ആ ഭക്ഷണം കൊടുത്തോളൂ. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അപ്രകാരം ആ മൃഗങ്ങളെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. ഈ ഒട്ടകത്തിനെയും പോത്തിനെയൊക്കെ പഠിച്ചു നമുക്ക് കീഴ്പ്പെടുത്തിയോണ്ടാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒളിയത്ത് ഭയങ്കര സുന്നത്ത് പെരും കൂലിയാണ്. പുലിനെ അർത്ഥമല്ല എങ്ങനെ ഉണ്ടാവും? അല്ല, പാനില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ പുലിന്റെ ഇറച്ചിമ ഭക്ഷ്യയോഗ്യമായി അതിനർത്ഥം ഭയങ്കര കൂലിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ കൂലിക്ക് ശ്രമിക്കുമല്ലോ. കാരണം എന്താ, ഒരു പുലിന്റെ മുന്നിൽ നമ്മൾ വെട്ടാലേ ഒരു ഏകദേശം 1 കിൻഡൽ കടിച്ചു പിടിച്ചു പോകാനുള്ള കഴിവ് പുലിക്ക് പഠിച്ചാൻ കൊടുത്തിട്ടുണ്ട്. 80 കിലോനൊക്കെ നൈസായിട്ട് കടിച്ചുകൊണ്ടുപോകും. അപ്പൊ നമ്മളെക്കണ കിട്ടിയാലേ ഒരു 10-60 കിലോ ഉള്ള ആളെക്കണ കിട്ടിയാണ്ടല്ലോ, ആദ്യം കഴുത്തിനാണ് കടിച്ചിട്ട് ജീവനാണ് കളി പെടയാതെക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളിത് നല്ലൊരു അയില കിട്ടിയ അങ്ങനെ ഉണ്ടാവും. ആ മുള്ളാണ് ഒഴിവാക്കിയിട്ട് ഭംഗിയായിട്ട് തിന്നല്ലോ, അറ്റമാർക്കണ് എല്ലാം ബാക്കിന് തരും. അതാണ് പുലി. അതാ പുലി ഇറങ്ങി പറഞ്ഞാൽ പിന്നെ
ആ ഭാഗത്തുള്ള മദ്രസയിലെ കുട്ടികളൊക്കെ പിന്നെ ഇറങ്ങൂല, പുറത്തിറങ്ങൂല. ഞങ്ങളവിടെ നാള് പുലിപ്പാട് കണ്ടു പറഞ്ഞ് ഭയങ്കര വാർത്ത. കണ്ടു, ഒരു മോട്ടോർ സൈക്കിൾ രാവിലെ പോകണ്ടവനെ കണ്ടു, പിന്നെ ഒരു അടയാളം കണ്ട പുലി തന്നെയാണെന്ന് പറഞ്ഞ് ചാനലുകാരൊക്കെ വന്നീന്. പിറ്റേന്ന് എനിക്ക് എൻ്റെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, അവിടുന്ന് നമ്മളെ ഒരു സഹോദരൻ എനിക്ക് വിളിച്ചു, 10ാം ക്ലാസ്സിന് വരണ്ടേ, നിങ്ങൾ അറിഞ്ഞില്ല ചോദിച്ചു. ഞാൻ അറിഞ്ഞു. അല്ല, മൂപ്പരയിലെ പോകേണ്ട ആളാണ് കച്ചവടത്തിന്. എന്നോട് പറഞ്ഞു, അഥവാ നമ്മൾ പുലിൻ്റെ മുലേറ്റ് പെടുകയാണെങ്കിൽ ഇഷ്ടമാണ് ഏതായത്ത ഓതുന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയത്തോതാൻ നേരം കിട്ടൂല, നിങ്ങൾ കണ്ണ് മുറിക്കുകയാണെങ്കിൽ വീട്ട് ലായിലായില്ല എല്ലാം മതി. ഞാൻ നേരം കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ പറയേണ്ട എന്താ അറിയോ, പുലിനെ പഠിച്ചു, അങ്ങനെ പഠിച്ചു, സിംഹത്തിനെ അങ്ങനെ പഠിച്ചു എന്നാ നോക്കി, ഒട്ടകം പോത്തൊക്കെ നോക്കി, നമുക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി. എന്നാലും ആന മതളകുന്നത് പോലെ ഇവൾക്കും ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് സുഹ്റുഫ് സൂറത്തിൽ എന്ത് പറഞ്ഞത്, നിങ്ങൾ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ആ വാഹനത്തിൽ കയറി ഇരുത്തൻ ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഉണ്ടോ, പടച്ചോനെ ഇതിനൊക്കെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, നമുക്ക് സ്വന്തം നിലക്കൊന്നും കഴിയൂല. നമ്മളൊന്നും കിട്ട് കൊടഞ്ഞാൻ ഇട്ടാണ്ടല്ലോ, തലയടിച്ച് വീണ നമ്മളത് കഴിഞ്ഞു. അതാണ് വാഹനത്തിൽ കയറുമ്പോൾ ഒക്കെ ശരിക്കും ചെല്ലണമെന്ന് പറയാൻ കാരണം. ഇന്നത്തെ വാഹനം അങ്ങനെ തന്നെ, എന്തും സംഭവിക്കാലോ. അപ്പോൾ ഇവിടെ വിഷയം കാര്യങ്ങൾ ഖാനിയാണ്. അതാണ് നമ്മൾ പറയുന്ന ഈ തഅഫുവിൻ്റെ ഒരു രീതിയാണ്. ഖാനി കാരണം എന്താ അറിയങ്ങൾ, ഖാനി എന്ന് പറഞ്ഞാൽ എത്ര ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഒരാളോട് ചോദിക്കാതിരിക്കുക. അല്ലാഹ് പറയാ, അങ്ങനത്തെ ഒരു കണ്ടറിഞ്ഞു കൊടുത്തലിട്ടോ. എന്നാൽ വേറെ ചിലരുണ്ടാവും, ഒരു ചോദിക്കും, ഒരു മോശക്കാരായതുകൊണ്ടൊന്നല്ല, ഓരോരുത്തർക്കും ഒരു രീതിയേക്കാരല്ല, ഓരോരുത്തർക്ക് രീതിയേക്കാറ്. ഇപ്പൊ ചിലരാണല്ലോ, നിങ്ങൾ എൻ്റെ അടുത്ത് ചാവി ഉണ്ട്, ആ വണ്ടിയെ അടിക്കുക വാങ്ങിക്കൊണ്ടു മടി ഉണ്ടാവില്ല. ചിലരോ അത് ചോദിക്കണ്ട. നമ്മളോടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഓരോ കുട്ടികൾ പോകുമ്പോൾ ഇങ്ങനെ പരസ്പരം ഞാൻ വരുന്നുണ്ട്, എന്താ കൊണ്ടുവരേണ്ടത്. അപ്പം എന്താ നമ്മളെ മാന്യത എന്താ, ഒന്നും വേണ്ട, എന്നാ കഞ്ഞി അവിടെ ഉണ്ടായിക്കോളും. അത് ശരി, എന്നാല് എന്നാണ് ചോദിച്ചാൽ അല്ല, അതോട് വില പോവും. ആ ചോദ്യം തന്നെ ഉണ്ടാവുള്ളൂ, ഇനി വരുമ്പോൾ ചോദിക്കൂല. അത് ചോദിച്ചാൽ പെടും. അത് ചോദിക്കാൻ നിൽക്കണോ? ഇപ്പോൾ നമ്മളൊരാൾ ചോദിച്ചു, അതാ പറയാൻ കാരണം. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ആ പച്ച ബിൽറ്റ് ഒന്ന് വേണമെന്ന് കൊണ്ടുപോയിട്ട്, ആ പഴയ ബിൽറ്റ് ഉണ്ടല്ലോ ഗൾഫിൻ്റെ, എന്നെ കിട്ടണം വെച്ചാണ്. എന്നിട്ട് ഇയാൾ അവിടെ ആകെ ചോദിച്ച് കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഒരു കടി ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടി, ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങേണ്ട സാധനമാണ്. എന്നിട്ട് അത് ഗൾഫിൽ നിന്നാണ് കൊണ്ടു കൊടുത്തു. അയാൾ ഇനി ചോദിക്കൂല കേട്ടോ, എനിക്കെന്തിനു കൊണ്ടുവരണോ. അപ്പം എന്താ അറിയോ, എല്ലാത്തിനും ഒരു മാന്യത ഉണ്ട്. ഇനി അത് ചിലരോട് പറയട്ടോ, അത്രയും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ പറയണ്ടെന്നല്ല, സാഹചര്യം നോക്കണം. അല്ലാഹു തആല ഖാനീനോടെ ഉന്തിച്ച് പറയാൻ കാരണം എന്താ അറിയോ, അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എത്ര ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കണ്ടെന്നല്ല, ചിലത് നമ്മൾ ചോദിക്കന്നെ വേണ്ടി വരും. അതിന് കുഴപ്പമൊന്നുമില്ല. ചില കാര്യം പറയാഞ്ഞാലും അലമ്പേക്കാറല്ലോ. ഇപ്പം നമ്മളൊരു സഹോദരി KSRTCൻ്റെ ചില്ല് പൊട്ടിച്ചല്ലോ, അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം കണ്ടാൽ നമുക്കും മറ്റേതൊക്കെ തരിയിൽ വെച്ചിട്ട് എന്തായാലും പറയാ, ഇത് മറ്റുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് പിന്നെ വലിയൊരു ബാഗും കാര്യങ്ങളും വേഷഭൂഷാദികളും ഒക്കെ പാടെ കാണുമ്പോൾ കുറച്ച് കാട്ടിക്കൂട്ടൽ കൂടുതലാണ്. ആണെങ്കിലും പിന്നെ ഹയാ കുറഞ്ഞു വരികയുള്ളൂ, അത് വേറൊരു വശമാണ്. പക്ഷെ അതിൻ്റെ വേറൊരു വശമുണ്ട്. അവർക്ക് അങ്ങനെ അവർ പറയുന്നത് പോലെ ഒരു പിന്നെ ടോയ്ലറ്റ് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് അപ്പം ഇവർ പറയുന്നത്. നിർത്തി കൊടുക്കൽ നിർബന്ധമാണ് അവിടെ. വനിതാ കമ്മീഷനെ ആ പെണ്ണ് സമീപിക്കുകയാണെങ്കിൽ KSRTCക്കാർക്ക് പണിയോ. അപ്പോൾ അവരുടെ അടുത്ത് ഭയങ്കര വീഴ്ച വന്നു. ഒരു ഭാഗം മാത്രമേ നമ്മൾ പറയാൻ പാടില്ലല്ലോ. പെൺകുട്ടിൻ്റെ അടുത്ത് ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് ആ സമയത്തുണ്ടല്ലോ ഇറങ്ങാൻ കഴിയാത്തുള്ള വിഷമം കാരണമൊക്കെ കാര്യം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിന് ഫൈന് വാങ്ങിയതിന് ശേഷം പിന്നെ ഇതിനെ വേട്ടയാടണം. ശരിക്കും നിയമം അനുസരിച്ച് എന്താ, ഇറക്കി കൊടുക്കണം എന്നാണ്. മലപ്പുറം മുട്ടിപ്പടി എന്ന് പേര് ഇറങ്ങാൻ എന്താ, ഒരാൾക്ക് ടോയ്ലറ്റ് പോകാൻ ഇടങ്ങാറായിട്ട് ബസ്സിൽ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാള, ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ വേറെ ഇറക്കി കൊടുത്തു. ബസ്സുകാർ പേരിട്ടാണ് മുട്ടിപ്പടി എന്ന്. മറ്റേ മുട്ടാണ് ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലായോ? വെട്ടി നമുക്ക് എടുക്കാം, മുട്ടെടുക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ പള്ളിയിലൊക്കെ എപ്പോഴും നമ്മൾ പള്ളിയിലൊക്കെ മൂത്രപ്പരിയിൽ ഒരു ടോയ്ലറ്റ് എന്തായാലും തുറന്നിടണം. അല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾ ഇടങ്ങേറായി വരുമ്പോൾ പൂട്ട് കണ്ടാലേ പൂട്ടാണ് പൊളിച്ചു. ഈ പെൺകുട്ടി ചില്ല് പൊട്ടിച്ചല്ലോ, അതേമാതിരി ആൾക്കാർ കല്ലെടുത്താണ് പൊട്ടിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കണം, നമ്മളെ ഇപ്പോൾ പൊന്നാനി പള്ളിയിലൊക്കെ
അവിടെ അതിൻ്റെ അടുത്തൊരു മൂത്രപ്പുരണ്ട്. മൂത്രപ്പുരൻ്റെ ഉള്ളിൽ ഗ്രിൽസ് ഇട്ടുകാണ്ട് വരുത്. അതിൻ്റെ ഉള്ളിലാണ് കക്കൂസ്. ഗ്രിൽസിനൊരു പൂട്ട്, കക്കൂസിന് വേറൊരു പൂട്ട്. ഇതെന്താ ജ്വല്ലറിയാണോ? ജ്വല്ലറി അല്ല, സ്വർണ്ണൊക്കെ പാടെ അതിൻ്റെ ഉള്ളിലുണ്ട്. എത്ര വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു ടോയ്ലറ്റിൽ എനിക്ക് തോന്നി അവിടെ എഴുതിയിടട്ടെ നേരി. ഇനി അവിടെ ആരെങ്കിലും കിട്ടിയാൽ ഓഫീസിൽ പോയി ചാവി അയക്കണം, അങ്ങോട്ട് കുറേ അപ്പുറത്തേക്ക് പോകണം. അപ്പോഴത്തിനൊക്കെ അത് ആകെ വഷളാവും. മനുഷ്യന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം ചെയ്യണം അല്ലേ? അതൊരു വലിയൊരു സംഗതിയാണത്. പിന്നെ ചിലരൊക്കെ എന്താ വെച്ചാൽ ഇരപ്പാക്കിയിട്ടാണ്. പെരിയിലൊക്കെ സൂക്ഷിക്കും, പള്ളിൻ്റെയിൽ വന്നുകൊണ്ട് വെള്ളം കൂടിയും വരാതെ പോകും. അങ്ങനെയാണ് പല ആൾക്കാരും പൂട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ പറയേണ്ട ചില സംഗതികളൊക്കെ പറയാൻ കഴിയില്ല. ചിലത് മാന്യത കാരണം ചിലർ ഓപ്പണായിട്ട് പറയും. അപ്പൊ ഇവിടെ അള്ളാഹു തആല പ്രത്യേകം പറയണം, ഖാനി എന്ന് പറയാതാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ചോദിക്കാതിരിക്കുക. മുഴുത്തർ എന്നാൽ ഓൻ ചോദിക്കും, അങ്ങനെ എടുക്കാന്ന് അറിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് നല്ല ആളുകളുടെ അടയാളം പറഞ്ഞെടുത്ത് പിന്നെ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്ന എന്താണ്, പിന്നെ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറയുന്നു. അതായത് ചോദിച്ചു വരുന്ന ആളുകൾ, യാചകന്മാർ, അവർക്കും ചോദിക്കാതെ മാന്യത കാരണം മുടക്കം ബാധിച്ചവർ മഹ്റൂമ്. ഓല് ചോദിക്കൂല. ഓല് എന്തൊരു ഭാഗം പോയാലും ഓല് എന്ത് ചെയ്യൂല, അതിനെപ്പറ്റി മുണ്ടൂല. പക്ഷേ നിങ്ങളെ മുതൽ അവർക്കൊരു വീതം വേണട്ടോ. അല്ലാഹു തആല പറയും, നിങ്ങൾ ഓലെ കണ്ടറിയണം, അവരെ കണ്ടറിയണം. അങ്ങനെ മാന്യമായി ജീവിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൽക്ക് ആണ്ട് സഹായം കൊടുക്കണം. ഇതാണ് ആ ആയത്തിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ യതീമുകൾ നമ്മുടെ സംരക്ഷണത്തിലുണ്ടെങ്കിൽ, കൂടാതെ കഴിയൂലെങ്കിൽ അവരെടുത്തുനിന്ന് നമുക്ക് തിന്നാന്ന് പറഞ്ഞല്ലോ, മുതലുണ്ടെങ്കിൽ നല്ല എന്താ ഫല്യസ്തഅഫിഫ്, മാന്യത കാണിക്കട്ടെ. അപ്പോൾ അതിനെടുക്കരുത്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, എടുക്കരുത് തന്നെ അവിടെ എടുക്കരുത്. അത് ഏതുപോലെയാണ്? ശവതുന്ന പോലെ. കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞ നിർബന്ധിത ഘട്ടത്തിൽ മാത്രം എടുത്താൽ മതി. അതാ പറഞ്ഞത്, വമൻ കാന ഫഖീറൻ ഫൽയൗകുൽ ബിൽ മഅറൂഫ്. ഓൻ ദരിദ്രനാണോ എങ്കിൽ മാന്യമായ രൂപത്തിൽ തിന്നട്ടെ. അള്ളാഹ്ക്കറിയാം. കൂടാതെ കയ്യേറ്റെടുക്കുന്നതും അല്ലാത്തൊക്കെ എന്ത് ചെയ്യാ, അള്ളാഹുവിനറിയാം. ഫഇദാ ദഫഅതും ഇലൈഹിം അംവാലഹും, ഇനി അവരുടെ സമ്പത്തിനെ നിങ്ങൾ അവരിലേക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഫഅശ്ഹിദൂ അലൈഹിം, സാക്ഷി നിർത്തണം അതിൻ്റെ മേലിൽ. അല്ലാതെ രഹസ്യമായിട്ട് കൊണ്ടേ കൊടുക്കരുത്. രഹസ്യമായിട്ട് എന്ത് ചെയ്യരുത്, കൊണ്ടുകൊടുക്കരുത്. അതിന് തെളിവില്ലെങ്കിൽ അത് പിന്നീട് വർത്താനത്തിന് കാരണം. എപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഏതുപോലെ നമ്മൾ പള്ളി മദ്രസയൊക്കെ കൊണ്ടുനടക്കുമ്പോഴേ ആര് അത് സംബന്ധമായ പൊതു കാര്യങ്ങൾക്കുള്ള കാശും കാര്യങ്ങളും നമ്മളെ എടുത്ത് തരുമ്പോഴും റെഡിയാട്ടോ, എണ്ണാതെക്കരുത്. നിങ്ങൾ എണ്ണാതെക്കരുത്. ഇപ്പോൾ ഈ പള്ളിക്കൊക്കെ കുറി ഉണ്ടാവും, കുറി പൈസയൊക്കെ തരേക്കാം. ഇതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ് അറിയാം. ചിലപ്പോൾ 500 കമ്മി ഉണ്ടാവും, അറിയാതെ ഈ കാരണം. പിന്നെ നമ്മളോ അവനോട് പറയാടാ ഇതിലൊരു 500 കമ്മി ഉണ്ടല്ലോ. അല്ലല്ലോ, ആണല്ലോ, അല്ലല്ലോ, മനസ്സിനൊരു സുഖം കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ തന്നെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ യാതൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ തന്നെ എണ്ണി തിട്ടപ്പെടുത്താൽ മതി. എന്നാൽ അപ്പൊ തന്നെ പറഞ്ഞാൽ അതിൽ സംശയം വരില്ല. അവിടുന്ന് മറിഞ്ഞതിന്റെ ശേഷമാകുമ്പോൾ അത് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്താണ്, എല്ലാ കാര്യവും ഇപ്പോൾ വലിയ സംഖ്യകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്ന ഘട്ടമാണെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുത്. മനുഷ്യന്റെ കാര്യമാണ്. നമ്മൾ ആരെയാണോ ഏൽപ്പിച്ചത് അയാൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ മതി, പൈസക്ക് തുമ്പുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരാളെയും കൂടിയും കൂടെ കൂട്ടുകയാണെങ്കിൽ അത് നിർബന്ധമായ സാക്ഷി നിർത്തലൊന്നും ആവില്ല പല കാര്യങ്ങളും. എന്നാലും അത്തരം കാര്യങ്ങൾക്ക് സൂക്ഷ്മതക്ക് ഏറ്റവും നല്ലതെന്താ, അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നീട് പ്രയാസവും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഉള്ളുകല്ലി മുഴുവനായിട്ടായിരിക്കും അറിയുള്ളൂ യതീമുകളോടൊക്കെ ബന്ധപ്പെട്ട്. അതാണ് അവസാനം എന്ത് പറഞ്ഞത്, വഖഫാ ബില്ലാഹി ഹസീബ, വിചാരണക്ക്, സൂക്ഷ്മ വിചാരണക്ക് അള്ളാഹു മദീൻ. അപ്പൊ അള്ളാഹുവിനറിയാം, അള്ളാഹു കൃത്യമായിട്ടറിയും നമ്മൾ സതുദ്ദേശത്തോടു കൂടെയാണോ ദുരുദ്ദേശത്തോടു കൂടെയാണോ അത്തരം കാര്യങ്ങൾക്ക് സമീപിക്കുന്നതെന്ന് അള്ളാഹുവിനറിയാം. പിന്നെ വേറൊരു ആക്ഷേപകന്റെ ആക്ഷേപം നമ്മൾ എന്ത് ചെയ്യണ്ട, ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല. ഏതുപോലെ യൂസുഫ് നബി അധികാരം ചോദിച്ചു വാങ്ങിയ പോലെ നമ്മളിപ്പോൾ പറയാണ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് തന്നെ വേണം, മുസ്ലിങ്ങൾക്ക് തന്നെ വേണം. അപ്പോൾ ചിലർ ചോദിക്കുകയാണ് ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാ, കാരണം നബി അധികാരം ചോദിച്ചു വാങ്ങരുത്. അങ്ങനെയല്ല,
യൂസുഫ് നബി ചോദിച്ചു വാങ്ങിയല്ലോ, നിങ്ങൾക്ക് നമ്മളെടുത്ത് വലിയ സ്ഥാനം കിട്ടോ എന്ന് റയ്യാൻ നബി വലിയത് പറഞ്ഞപ്പോൾ വർത്താനൊക്കെ അവിടെ നിർത്തിക്കളി, ധനമന്ത്രി ഇന്നാക്കണം എന്നാണ്. എന്താ കാരണം? ഈ 7 കൊല്ലം സുഭിക്ഷമായ കാല, പിന്നത്തെ 7 കൊല്ലം പട്ടിണിയുടെ കാലാണ്. അപ്പോൾ ആ പട്ടിണിയുടെ കാലത്തേക്ക് ഇപ്പം നല്ല കാര്യബോധത്തോടു കൂടെ കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടെ എന്ത് ചെയ്യണം? കൃഷി ചെയ്താലേ ആ ക്ഷാമത്തിൻ്റെ 7 കൊല്ലത്ത് സാധനം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാനല്ലാതെ മറ്റൊരാളാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഒരുപാട് നഷ്ടം ഉണ്ടാവും എന്ന് യൂസുഫ് നബി മനസ്സിലാക്കി. അപ്പോൾ റയ്യാൻ നബി വലിയ മന്ത്രിസ്ഥാനം കൊടുത്തു, ഇവർക്ക് എല്ലാം ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ട് മിസ്റിന്റെ പറ്റാവുന്ന കൃഷി മേഖലകൾ മുഴുവനും മൂപ്പര് കൃഷി ഇറക്കി, മൂപ്പർക്കാണ് വിട്ടെടുത്തു. അതുകൊണ്ട് 7 കൊല്ലം അതൊക്കെ നല്ല ഉഷാറാക്കി കൊണ്ടുനടന്നു. അടുത്ത 7 കൊല്ലത്തിന് ഒരു കമ്മി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യമനിലേക്കും സിറിയയിലേക്കും വരെ ധാന്യങ്ങൾ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ചോദിച്ചു വാങ്ങാന്നാണ്. ചിലത് നമ്മൾ ചോദിക്കേണ്ടി വരും. നമ്മൾ ആ സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമ്മളെ ഇസ്സത്തും കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ അവ വേണ്ടി വരും. അതാണ് ചിലതൊക്കെ. ഏതായാലും ഇപ്പോൾ കുറേയൊക്കെ അല്ലേ, എന്താ ഇപ്പോൾ തീരുമാനമാകാനുള്ള മുഖ്യമന്ത്രിയൊക്കെ ആകാനുള്ള ഒരു പണി ഞാൻ കരുതി മുഖ്യമന്ത്രി ഉണ്ടാവില്ലേ ആവോ, അങ്ങനത്തെ ഒരു ഏതെല്ലാം ആയി കിട്ടി. അൽഹംദുലില്ലാഹ് നല്ലത് പോയാൽ മതി കാര്യങ്ങൾ. നമുക്കെന്താ നമ്മൾ ഇവിടെ വർഗീയമായിട്ട് ഉള്ള ഇതുണ്ടാകരുത്, കലാപങ്ങൾ ഉണ്ടാകരുത്, കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. പിന്നെ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും ഇപ്പോൾ ആ പെൺകുട്ടി ആ ഗ്ലാസ് അടിച്ചു പൊടിച്ചു അതുവരെ കണ്ടോ, ഭരണം മാറി കാക്കാത്തികൾ ഇളകി ഒരുത്തൻ കമന്റ് ഇട്ടാണ്. അതും സതീശന്റെ മേലേക്ക് വെച്ചു. പാവമായ ഭരണം മാറിയതുകൊണ്ട് കാക്കാത്തികൾ ഇളകിയതാണ്. എല്ലാത്തിനും എന്താണ് വന്നാലും അത് നമ്മക്ക് പരിക്ക് പറ്റണ്ടേ ഒരവസ്ഥയ്ക്ക് എല്ലാത്തിനും. അതെന്തിനാ അറിയങ്ങൾ? എന്തിനാ ഇപ്പോൾ വല്ലാതെ ചിലർ ചടപ്പിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ സമുദായ നേതാക്കൾ ഇറങ്ങിയല്ലോ, നേരത്തെ ഒരാരും ഒന്നും ഉണ്ടൂലേനു, ഇപ്പോൾ ഓരോക്കെ ഇളകി. എന്താ കാരണം എന്നറിയങ്ങൾ? വിദ്യാഭ്യാസ വകുപ്പൊന്നും മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ഇപ്പം തന്നെ പറയേണ്ടതിനറിയോ? അടുത്ത വലിയനാൾ വരുമ്പോൾ 2 ദിവസം ലീവിന് ആ ലീവ് ഇപ്പം ഇല്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെന്തേലും പറയാവോ കരുതിയാണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് പറയണം. നമുക്ക് അവകാശപ്പെട്ട് ഇവരാരെ തിട്ടൂരുമല്ല, ആരതും വേണ്ട, നമുക്ക് അവകാശപ്പെട്ട് കിട്ടണ്ടേ? അതും കൂടി നമ്മൾ എടുക്കുന്നത് ഇല്ലാതാക്കാൻ ആഴം കണ്ട് തുഴയാണ്. ഒന്നും കാണാതെ പട്ടിണി വെള്ളത്തിൽ ചാടൂലല്ലോ. പക്ഷെ ഇവരൊക്കെ തെങ്ങുമൊക്കെ നോക്കുമ്പോൾ നമ്മളാളുകൾക്ക് മാനത്തൊക്കെ നോക്കാനുള്ള കഴിവാണ്. എന്നാ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഇസ്സത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ തന്നെ വെക്കണം. പൊതുസമൂഹത്തിനറിയാം എന്താണ് നമ്മളെ നിലപാട്. ഇപ്പം എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇളകിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയും കറുത്ത പള്ളിയും ഒക്കെ എല്ലാവരും അറിയാം. ഒക്കെ കണ്ട് നമ്മളെന്തോ ഒരു പുറത്തുനിന്ന് ഞാൻ അങ്ങനെ ആലോചിക്കും. അൽദിൻ ഫിന്നാസി എന്ന് പറയുന്ന ഹജ്ജ് സൂറത്തിലെ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. പിന്നെ ഹജ്ജിന് ഇബ്രാഹിം നബി വിളംബരം ചെയ്തെങ്കിലും ഇബ്രാഹിം നബിന്റെ മുമ്പ് എന്തുണ്ട്? ഹജ്ജുണ്ട്. പക്ഷെ തവാഫാണ് കാര്യമായിട്ട്. ആദം നബിയാണ് ആദ്യം ഹജ്ജ് ചെയ്ത്. ആദം നബി ഹജ്ജിന് ചെയ്തിടുന്ന ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഇനി വല്ലാതെ പറഞ്ഞാൽ നമ്മൾ ആദം നബിന്റെ പേരെ കുട്ടികളെ നമ്മളെ പാരമ്പര്യം നമ്മൾ ഇന്ത്യക്കാരല്ലാണ്. ആദം നബി ഇവിടെ വന്നത് സ്വർഗത്തിൽ നിന്ന് ഇന്ത്യയിൽ ഇറങ്ങിയത്, ഹവ്വാ ബീവി ജിദ്ദയിലും. അതാണ് ജിദ്ദക്ക് ജിദ്ദ എന്ന് പേര് വന്നത്. ജിദ്ദ ജദ്ദയാണ്, ജദ്ദത്ത്. പോലെ അറഫീന്ന് കണ്ടു. അതാണ് നമ്മളെ വേൾഡ് സമ്മേളനത്തിനുള്ള അറഫ തെരഞ്ഞെടുത്തത്. അറഫ എന്നാ അറിഞ്ഞു എന്നർത്ഥം. ഉലനാൾ അവിടുന്ന് കണ്ടുമുട്ടിയത്. ഇവിടുന്ന് ഹജ്ജിനായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിട്ട്. ഖുർആൻ തന്നെ പറയണ്ടല്ലോ, യൗത്തൂന റിജാലൻ, കാൽനടയായിട്ട് വരുന്നു. ഇബ്രാഹിം നബിന്റെ മുമ്പ് കാൽനടയായിട്ട് പോയ ആളാണ്. അത് നമുക്ക് നല്ല പാരമ്പര്യമുണ്ട്. പിന്നെ നമ്മൾ ചോര വേറെയാണ്. നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. നമ്മളത്ര ആരും ഈ രാജ്യത്തിന് ചെയ്തോല് വേറെ ഇല്ല, വേറെ കാര്യം. അപ്പോൾ അത് പോട്ടെ, ഞാനൊന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി നോക്കൂ, അടുത്ത ആയത്ത് നോക്കിയിട്ട് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് വരക്കാം. ഇനി ഉള്ള ആയത്ത് 2 ആയത്ത് അതിറങ്ങാണ്ടായ കാരണം എന്താ നിങ്ങൾ? അത് 2 ആയത്തിലെ ആദ്യത്തെ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം സ്ത്രീകൾക്ക് നമ്മൾ കുറേ മസാലകൾ വരേണ്ട ഭാഗമായിട്ടാണ്. നിസായ് മധുരവരിയൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ, കുറച്ച് ഇടങ്ങേറുള്ള ഭാഗങ്ങളൊക്കെ ഖുർആനിൽ വരേണ്ട എവിടെ അറിയാം? നിസായില. ഇപ്പം നമ്മൾ 7ാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് തീരെ മുതൽ കൊടുക്കൂലേനു ആദ്യകാലത്ത്. ഇസ്ലാമിലല്ല, ജാഹിലിയ്യ കാലത്ത് കുട്ടികളെ കുഴിച്ചു മൂടുന്ന് പറഞ്ഞായിരിക്കും പെണ്ണുങ്ങൾക്ക് മുതലെടുക്കൂല. അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം പറഞ്ഞാണ്ട് മേധാവിത്വം കാണിക്കുകയാണുങ്ങളാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം ഉണ്ട് എന്ന് പറയും.
ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കണം. ആരെങ്കിലും കടായി ഒട്ടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും ഉപേക്ഷിച്ചു പോയ മുതലിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും ഇട്ടേച്ചു പോയ മുതലിൽ പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്. ഖല്ല മിൻഹു ഔ കസുർ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. ആ മുതൽത്ത് കുറഞ്ഞതാവട്ടെ, ആ മുതൽ എത്ര കൂടുതലാകട്ടെ, നസീബം മഫ്റൂളാ, നിർണിതമായ ഓഹരി. ഇനി ശേഷം വരുന്നുണ്ട്. അപ്പൊ ആണുങ്ങൾക്ക് മാതാപിതാക്കളുടെ മുതലിലും അടുത്ത കുടുംബക്കാരെ മുതലിലും ആണുങ്ങൾക്ക് വിഹിതമുള്ളതുപോലെ പെണ്ണുങ്ങൾക്കും വിഹിതമുണ്ട്. ഒരേപോലെയാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകളുടെ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ ഇസ്ലാം അവർക്ക് അവകാശം വാങ്ങിക്കൊടുക്കണം. ഇസ്ലാമിൽ വലിയ സ്ഥാനം അവർക്ക് കൊടുക്കുകയാണ്. അത് എത്ര കുറഞ്ഞ മുതലാകട്ടെ എത്ര കൂടുതലാകട്ടെ രണ്ടു കൂട്ടർക്കും വിഹിതമുണ്ട്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. അത് നിശ്ചിതമായ നിർണിതമായ വിഹിതമായിരിക്കും. അതിലെന്തില്ല, ഇളവില്ല. ചില വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ മുതലാണെങ്കിൽ ആണിന്റെ പാതിയായിരിക്കും പെണ്ണിനുള്ള. ഇതിന് ശേഷം വരുന്നുണ്ട്. അതിന്റെ കാരണമുണ്ട്. സാമ്പത്തികമായ ബാധ്യതകൾ പെണ്ണിന് പറ്റ ഇസ്ലാം ഒഴിവാക്കി. ചെറുപ്പത്തിൽ വാപ്പാര് രക്ഷിതാക്കൾ നോക്കും. പിന്നെ വലുതാ ഒരു വിവാഹം കഴിഞ്ഞ ഭർത്താവായി, പിന്നെ മക്കളായി, എന്നും അവർ മറ്റുള്ളവരുടെ സംരക്ഷണത്തിലാണ്. ഓൽക്ക് പിന്നെ ഓല് ഒന്നിനും പോരാത്തോണ്ടൊന്നല്ലത്. അപ്പൊ പിന്നെ അവർക്ക് പകുതി തന്നെ ഏറെ ഇഷ്ടംപോലെ. മറ്റൊരിക്കലും അങ്ങനെ ഓൽക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം അവർക്ക് പകുതി കൊടുത്തത്. ഒന്നും കൊടുക്കാത്ത കാലത്താണ് പകുതി കൊടുക്കേണ്ടതെന്ന് ഓർക്കുന്നത്. ഇന്നും പല മതങ്ങളിലും വ്യത്യസ്ത രീതികളാണ്. നമ്മൾ വിവാഹത്തിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിപ്പോ ഇന്ന് നമുക്ക് ബാധകാട്ടോ. ഇനിയിപ്പോ ഓതേണ്ട ആയത്ത് ലാസ്റ്റ് 8ാമത്തെ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഇന്ന് നിലവിൽ അതിന്റെ വിധി ബാധകല്ല. ആയത്ത് നമുക്ക് ഓതണം. ആയത്ത് ഓതിയാൽ മറ്റേ ആയത്തിന്റെ അതേ മാതിരി തന്നെയാണ്. അതിലെ വിധി ഇന്ന് ബാധകല്ല. എന്താ അറിയാം, നിങ്ങൾ ആദ്യ കാലത്തൊക്കെ എങ്ങനെ അറിയോ, മുതല് ഇസ്ലാമിൽ ആദ്യം ഒരു നിയമം വെച്ചു. അതെന്താ വെച്ചാല് നമ്മൾ മുതലൊക്കെ ഓരിയെക്കുമ്പോ അവിടെ ഇങ്ങനെ നമ്മൾ അയലോക്കാരോ കുടുംബക്കാരോ ഒക്കെ ആരെങ്കിലും ആ ഓരിയൊക്കെ കൊണ്ടുകൊടുത്തിട്ട് വരികയാണെങ്കിൽ അപ്പ ആരൊക്കെ വന്ന് ഓൽക്കോരോ വീതം കൊടുക്കണം. പടച്ചോനെ, അല്ലാ, അതൊക്കെ ഒന്നുണ്ടെങ്കിൽ മണത്തറിഞ്ഞു വരൂലേ. ഓരോരുത്തർ പരസ്പരം അത് ഒരു ചങ്ങലയും കാരണം ജർണ എന്നോട് പറയാൻ മറക്കരുതേ, അതിന് കമ്മീഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓൽക്ക് നുള്ളി ഒരേച്ച് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഇന്നില്ല, സുന്നത്തുണ്ട്, ഇന്നും സുന്നത്തുണ്ട്. അത് നമ്മളിനി സ്ഥലം ഓരിയൊക്കെ ഉണ്ട് മാത്രം അങ്ങനെ കരുതിയിട്ടാണ് നമുക്ക് വേണ്ടത്. പൈസ ഓരിയൊക്കെ ഉണ്ട് കൂട്ടിയാക്കി. വാപ്പാൻ്റെ മുതൽ ഒരു 50 ലക്ഷം ഉണ്ട്. ഓല് 5-6 മക്കളുണ്ടാവും. ഓരിയൊക്കെയാണ്. അത് ഓരിയൊക്കെ അടിയിൽ അവിടെ എന്ത് ചെയ്യണം, ഓല അമ്മായിൻ്റെ കുട്ടി വരെയാണ് ഒന്നാണ്. അപ്പം എന്ത് ചെയ്തു ഒരു പിന്നെ ഒരു 5000 റുപ്യ, 50 ലക്ഷം ഓരിയൊക്കെ അല്ലേ, ഒരു 5000 റുപ്യ നമ്മൾ അവന് കൊടുത്താലോ. അല്ല, അത് നല്ലതാണ്, അവന് വലിയ ബുദ്ധിമുട്ടാണ്. അത് സുന്നത്താണ്. 5000 ഞാൻ പറഞ്ഞ കേട്ടോ, വല്ലാതെ ഏറൂല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞത് അത് വല്ലാതെ ഏറൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 5 പറഞ്ഞത്. അത് സുന്നത്താണ്. ആദ്യം നിർബന്ധം. ഞാൻ ആയത്തൊന്ന് അർത്ഥം വെച്ച് നോക്കാൻ പറയും. മുതൽ ഭാഗിക്കുമ്പോൾ അവിടെ ഹാജരായവര്, അവിടെ സന്നിഹിതരായവർ ആരെങ്കിലും വന്നാൽ ഉലുൽ ഖുർബ, കുടുംബത്തിൽപ്പെട്ട ആളെങ്കിലും ഈ മുതൽ വിഭജിക്കുമ്പോൾ അവിടെ വന്നാൽ, വൽ യതാമ, അനാഥകൾ വന്നാൽ, വൽ മിസ്കീൻ, അഗതികൾ വന്നാൽ, ഫർസുഖൂഹും മിൻഹു, ആ മുതലിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തോളൂ. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, ഇത് മാത്രല്ല അവരോട് നല്ല വാക്ക് പറയും വേണട്ടോ. തിരായി പറഞ്ഞു കൊടുക്കരുത്. ആരെങ്ങളൊക്കെ കെട്ടിയടക്കിയ ഇപ്പോ
കെട്ടിയെടുത്ത് ഭണ്ഡാരടക്കിയത് തൊള്ളിയും കാറ്റിന് വരും ഈ സമയത്ത് തന്നെ കിടക്കട്ടെ എന്നാ അങ്ങനെയൊന്നുമല്ല, വളരെ നല്ല രൂപത്തിൽ അതായത് ഇന്നിപ്പോ നമുക്ക് ഇല്ല കേട്ടോ, നിലവിലില്ലേ, ആദ്യം അത് ഉണ്ടായിരുന്നു, സുന്നത്താണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിലും അങ്ങനെയല്ലേ, നമ്മൾ സൽക്കാരാണ്, ആ സൽക്കാരത്തേക്ക് അറിയാതെ ഒരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? സൽക്കാരത്തേക്ക് ഒരാൾ അറിയാതെ വന്നാൽ നമ്മളെന്താ പറയാ? അന്ന് സൽക്കാരാണ് ഇവിടെ, അപ്പോൾ പറയാണ് ഞാൻ അറിയാതെ വന്നതാണ്, എന്നാൽ ഞാൻ പിന്നെ വരണ്ടേ, എന്നാൽ ആയിക്കോട്ടെ പറയാം. ഉത്സവം വിളി ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. അല്ല അവിടെ പോകാനായിട്ട് ഞാൻ കല്യാണത്തിന് മാറിപ്പോയിരിക്കേ, ഞാനൊരു സുഹൃത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞു, ഞാൻ അതേമാതിരിക്ക് പോയി. റൂട്ടൊക്കെ ശരിയാണ്, പക്ഷെ അവിടെ 2 കല്യാണമുള്ള പോകാൻ പറഞ്ഞില്ല. ഞാൻ ആദ്യത്തെ പെരി കയറി, എൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്, അങ്ങനെ 2 ആളും കയറി. ഞാൻ പിന്നെ തപ്പാണ്, ബെനത്തായിട്ടും കാണുന്നില്ല, ഖുറാൻ ക്ലാസ്സിന് വരുന്ന ഒരു കുട്ടിയാണ്. ഓൻ്റെ വാപ്പാക്ക് മനസ്സിലായി, ആ കല്യാണത്തിന് എന്നോൽക്ക് മനസ്സിലായിക്കണം. ഓല് ഇന്നെ അവിടെ ഇരുത്തി. ഞാൻ ചോദിച്ചു ഓനെ എവിടെ ചോദിച്ചു, ഇപ്പോൾ വരും എന്നാണ്. അതിന് മുമ്പ് ഓല് ഇന്നെ കൊണ്ടുപോയിക്കാണ്ട് ഭക്ഷണം കഴിപ്പിച്ചു, ഭയങ്കര സ്വീകരണം. ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, സ്ഥലേ അത് അപ്പുറത്താട്ടോ, വല്ലാത്ത വടല വെട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഇച്ചപ്പങ്ങളെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലോണം തിന്നുകയും ചെയ്തു. അതറിയില്ല, ഞാൻ പുതിയാപ്പിളല്ലേ, ഇപ്പോൾ പുതിയാപ്പിളരെ പണ്ടത്തെ മാർക്കല്ലല്ലോ, മുന്നിൽ കാണൂല. പണ്ടൊക്കെ തന്നെ പുതിയാപ്പിളിയും പുതിയാപ്പിളിൻ്റെ അപ്പയൊക്കെ എല്ലാവരും സ്വീകരിക്കും. പെണ്ണുങ്ങളവിടെ പുതിയണ്ണിൻ്റെ ഉമ്മയുണ്ടാവും. ഇപ്പോൾ ഓരൊക്കെ എവിടേക്കാറും പുതിയണ്ണിൻ്റെ ഉമ്മ എന്തായിരുന്നാലും സ്റ്റേജും വിലയേക്കാറ്. ഒരു ഫോട്ടോ എടുക്കലും ജഗ പോകാം, എത്ര ആൾ വന്നു എന്ന് ഓൽക്കറിയില്ല, വന്നില്ലാന്ന് ചോറ് തയ്ഞ്ഞോന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കഥയാണ്. വിളിച്ചെടുത്തി കണ്ട് അപമാനിക്കാം, മാറിയല്ലോ. അപ്പോൾ നമ്മൾ മാന്യത കാട്ടുമല്ലോ. ഇതേപോലെ തന്നെയാണ് മുതൽ ഓരിയക്കുമ്പോഴും അന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥലമൊക്കെ ഓരിയക്കുമ്പോഴൊന്നും ഇപ്പം ഇനി എത്ര പോയി എന്നിട്ട് ആ മാന്യത ഉണ്ടാവില്ല. എന്നാൽ 2 സെൻറ്റ് ഓനായിക്കോട്ടെ അറിയോ, ഇല്ലാതെ ആരും ആഗ്രഹിക്കൂല, അത് കരുതിയിട്ട് പോകൂല. ഇനി പോകേണ്ട തന്നെ ഒരു തമ്മിൽ അടിയുണ്ടെങ്കിൽ കാണാതിരിക്കുക, അത് പോകില്ല, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാണാതിരിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു താല പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഹാജരായി കഴിഞ്ഞാൽ കുടുംബക്കാരോ യത്തീമോ മിസ്കിനോ ഒക്കെ വന്നാൽ ഓൽക്ക് എന്തെങ്കിലും അതിന് കൊടുത്തോണ്ടിട്ടോ. അതിന് പണ്ടൊക്കെ എങ്ങനെ അറിയങ്ങൾ, അന്ന് മുതൽ ഈത്തപ്പഴം ഇതൊക്കെ വലിയ മുതലായിട്ടുണ്ടേനെ. അപ്പോൾ അതൊക്കെ വിഹിതിക്കുകയും, അപ്പോൾ അത് പറഞ്ഞ വേഗം മനസ്സിലാവും, ഓൽക്ക് കുറച്ച് കൊടുത്താൽ തിന്നലും കാര്യങ്ങളൊക്കെ നടക്കും. എന്തായിരുന്നാലും അവരോട് എന്ത് പറയണമെന്നറിയോ, നല്ല വാക്ക് പറയണം. അത് പ്രത്യേകം അവിടെ പറഞ്ഞു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാൻ ഒരു ഹദീസ് കാണാം. ചില കാര്യങ്ങൾ സ്വതക്കയിൽപ്പെട്ട എന്നാൽ സ്വതക്കല്ലാത്ത കുറേ ഉണ്ട്. അതിലൊന്നാമത്തെ എന്താ പറയുക, കലിമത്തുൻ തയ്യിബ, അതൊരു സ്വതക്കയാണ്. നമ്മൾ ഒരാൾക്ക് പണം ദാനം ചെയ്യുന്ന പോലെ, സ്വർണം ദാനം ചെയ്യുന്ന പോലെയാണ് ഒരാളോട് നല്ല വർത്താനം, ലീനനുസരിച്ചുള്ളൊരു വർത്താനം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റൊന്നെന്താ വെച്ചാൽ, പിന്നെ ഒരു ആവശ്യഘട്ടത്തിലുള്ള സഹായം, പൈസ കൊടുക്കുന്നല്ല, ശാരീരികമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ, അത് ഒരു സ്വതക്കയുടെ സ്ഥാനത്താണ്. പിന്നെ രോഗസന്ദർശനം, അത് സ്വതക്കയാണ്. ഇയാദത്തുൽ മരീദ്, ഇതൊക്കെ ഹദീസിലുള്ള. അപ്പോൾ ഈ ഖൗലും മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പം നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നതെന്നെങ്കിലും ഇത്രേ ഉള്ളൂ കേട്ടോ, മറ്റവർക്കൊക്കെ ഓൻ ആ പ്രശ്നമുണ്ട്, മറ്റവൻ ഈ പ്രശ്നമുണ്ട്, അപ്പോൾ ഓൽക്ക് കുറച്ച് കൂടുതൽ വേണ്ടായതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഉള്ളതിന് നല്ല രീതിയിൽ നമുക്ക് പിന്നീടൊക്കെ ആക്കാം. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും ഒരു നല്ല വർത്താനം. അപ്പോൾ മനസ്സ് നിറഞ്ഞു പോകും. ഒരു സുഖകരമല്ലാത്ത രൂപത്തിൽ കൊടുത്താൽ വാങ്ങിയവർക്ക് എന്തുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവുമല്ലേ. ചിലപ്പോൾ ഇത് കൊടുത്തൊക്കെ പിന്നെ വാങ്ങാനില്ല, പേരൊന്ന് കൊടുത്തു നോക്കണ്ടേ, അങ്ങനല്ല. കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ വേണ്ടി തന്നെ കൊടുക്കണം. നമ്മൾ ചിലപ്പോൾ ചിലർ പറയുന്നത് ഇത് കൊടുത്തോക്കൊണ്ടി, എൻ്റെ അടുത്തൊന്നും വാങ്ങൂലേക്കാരണം, ഒന്ന് കൊടുത്തോക്കൊണ്ടി, അവൻ പേരിനൊന്നും ഇങ്ങനെ കൊണ്ടുപോകും, ആണ്ടാണ് ഓക്കെ അറിയാം. അപ്പോൾ തന്നെ അറിയാം മറ്റേത് അങ്ങനെ ഒരു കൊടുക്കലാണ്. ഇവിടെ ഖൗലും മഅറൂഫിൽ ഒരുപാട് വിശദീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി സമാനമായ ആയത്തുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി അവിടെ പറയാം. അപ്പോൾ നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, മാന്യമായ സംസാരം, നല്ല വാക്ക്. പൊതുവെ ആളുകൾക്ക് അതൊരു അരോചകമാകും എന്നതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകത പറഞ്ഞത്. എൻ്റെ കൊടുക്കേണ്ട സമയത്തൊക്കെ ആരിലൊക്കെ വരുമ്പോൾ അതൊരു വെറുപ്പിന് കാരണമാവും. അങ്ങനെ ആകരുത്. കാരണം വരുന്നവരെ ആ അവസ്ഥയിലാക്കിയതും കഴിവുള്ള നമ്മളെ ആ അവസ്ഥയിലാക്കിയതൊക്കെ അല്ലേയുള്ളൂ. ആ ഒരു ചിന്ത വരാൻ വേണ്ടിയാണ്. ഇതൊക്കെ നേരെ തിരിച്ചാണെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി, ഇസ്സത്ത് പോകരുത് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وابتلوا اليتامى حتى إذا بلغوا النكاح
അള്ളാഹു പറയാണ്, നിങ്ങൾ യതീമുകളെ അവര് നിക്കാഹിന്റെ പ്രായമെത്തുന്നത് വരെ നിരീക്ഷിക്കണം. ഫഇന്നാനസ്തും മിൻഹും റുഷ്ദ, അവർ കാര്യബോധമുള്ളവരായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം വന്നാൽ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ മുതലിനെ അവരിലേക്ക് തന്നെ നിങ്ങൾ കൊടുത്തോളൂ. വലാ തൗകുലൂഹാ ഇസ്രാഫൻ വബിദാറൻ അൻ യക്ബറൂ, അവർ വലുതാകുമെന്ന് കരുതി നിങ്ങൾ ധൃതി പിടിച്ച് ദൂർത്തടിക്കരുത് അവരുടെ മുതൽ. വമൻ കാന ഗനിയ്യൻ ഫൽയസ്തഅഫിഫ്, ആ നോക്കുന്ന ആള് അവനൊരു സമ്പന്നനാണെങ്കിൽ അവന് മാന്യത പുലർത്തട്ടെ. വമൻ കാന ഫഖീറൻ, നേരെ മറിച്ച് അവനൊരു ദരിദ്രനാണെങ്കിൽ ഫൽയൗകുൽ ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ അവൻ അതിൽ നിന്ന് ഭക്ഷിക്കട്ടെ. ഫഇദാ ദഫഅതും ഇലൈഹിം അംവാലഹും, അവരുടെ സമ്പത്തിനെ അവരിലേക്ക് തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഫഅശ്ഹിദൂ അലൈഹിം, അതിനെ നിങ്ങൾ സാക്ഷി നിർത്തട്ടെ. വകഫാ ബില്ലാഹി ഹസീബ, സൂക്ഷ്മ നിരീക്ഷണത്തിന് സൂക്ഷ്മ വിചാരണക്ക് അല്ലാഹു മതി. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചിട്ട് പോയ മുതലിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, മാതാപിതാക്കളും മക്കളും ഉപേക്ഷിച്ച മുതലില് പെണ്ണുങ്ങൾക്കും അതിൽ അവകാശമുണ്ട്. മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ, അത് കുറവാകട്ടെ അത് കൂടുതലാകട്ടെ. നസീബം മഫ്റൂള, അത് നിർണിതമായ വിഹിതമാണ്. വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ, മുതൽ ഓഹരി വെക്കുമ്പോൾ മുതൽ ഓഹരി വെക്കുമ്പോൾ കുടുംബക്കാരവിടെ ഹാജരായാൽ വൽയതാമ യതീമുകൾ വൽ മസാകീൻ മിസ്കിന്മാർ, അങ്ങനെ അവരിൽ ആരെങ്കിലും അവിടെ ഹാജരുണ്ടെങ്കിൽ ഫർസുഖൂഹും മിൻഹു, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അവരോട് മാന്യമായ രൂപത്തിൽ സംസാരിക്കുകയും വേണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا. صدق الله العلي العظيم.